Start ചെയ്യാം. ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തൊന്നും, അതായത് പറഞ്ഞു നിർത്തിയത് കോൺട്രാക്ട് ആക്ടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഏരിയ, അതായത് ടോട്ടൽ 11 ടോപ്പിക്സ് ആണ് ഈ പേപ്പറിൽ, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിൽ ആസ് പെർ സിലബസ് ഉള്ളത്. ആ സിലബസിൽ നിന്നും 11 ടോപ്പിക്സിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ 2 ടോപ്പിക്സ് മാത്രമാണ് 2 ലെക്ചേഴ്സ് എടുത്തു അതിനു വേണ്ടി. ബിക്കോസ് അത്രയും ഡീറ്റെയിൽഡ് ആണ് കോൺട്രാക്ട് ആക്റ്റും ദെൻ സ്പെഷ്യൽ കോൺട്രാക്ട്സ്, ബെയിൽമെന്റ് പോലുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും എടുക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം ഇനി നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആൻഡ് കമ്പനീസ് ആക്ട്, LLP തുടങ്ങി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ്, ഈ ടൈമിനെ ബാധിക്കാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ലെക്ചർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇസ് ദാറ്റ് ഫൈൻ? മനസ്സിലായില്ലേ കേസ്? ഓക്കെ, സോ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. അതായത് ആദ്യത്തെ 5 ടോപ്പിക്സ് അത് ഡീറ്റെയിൽഡ് ആണ്. അത് ആ 5 ടോപ്പിക്സ് മൊത്തമായിട്ട് നമ്മൾ ഈ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് 6ാമത്തെ ടോപ്പിക്ക് തൊട്ട് LLP തൊട്ട് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി തൊട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരാറ്. അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട്, റെക്കോർഡഡ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. എനിവേ, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ലെക്ചറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ കൊണ്ട് നമ്മൾ ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഏരിയ വൈൻഡപ്പ് ചെയ്യുവാണ്. അതിനുവേണ്ടി 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടോപ്പിക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, രണ്ടാമതായി നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആൻഡ് മൂന്നാമതായി കമ്പനീസ് ആക്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. So first topic is Sale of Goods Act 1930. Sale of Goods Act ഇതിനകത്ത് ഒരുപാട് കൺസെപ്റ്റ് സെയിലുമായി ബന്ധപ്പെട്ട്, എന്താണ് സെയിൽസ്, എന്താണ് എഗ്രിമെന്റ് ടു സെയിൽ, അങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു സെയിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കോൺട്രാക്ട് 2 രീതിയിലാകാം. ഒന്ന് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആകാം, അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് an agreement to sell. He agrees to sell on a future date. ആദ്യം നമ്മൾ ആ പോയിന്റ് ഓഫ് സെയിൽ വെച്ചിട്ട് സെയിൽ ഡയറക്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. വേറസ് he agrees to transfer the goods, അതിനെയാണ് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി പേഴ്സണിൽ നിന്നും സെല്ലറിൽ നിന്നും ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ എ സെയിൽ. Whereas ownership transferred on a future date after fulfillment of certain conditions. ചില കണ്ടീഷൻസ് ഫില്ല് ചെയ്താൽ മാത്രം, ലൈക്ക് പേയ്മെന്റ് ആയിരിക്കാം, ഫുൾ പേയ്മെന്റ് കിട്ടി കഴിയുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യൂ. അങ്ങനെയുള്ള സെയിൽസിനെയാണ് നമ്മൾ എഗ്രിമെന്റ് ടു സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി ഹാപ്പൻ ചെയ്യുന്നത് സെയിൽ മീൻസ് ഇറ്റ് മേ ബി എ ട്രാൻസ്ഫർ ഓർ എഗ്രിമെന്റ് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ്. So that is called sale. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ സെല്ലർ എഗ്രീസ് either to transfer or to transfer on a let me repeat, here seller agrees to transfer or directly transfers the goods. ഒന്നെങ്കിൽ അദ്ദേഹം എഗ്രി ചെയ്യുകയായിരിക്കും ഫ്യൂച്ചർ ഡേറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ, അതായിരിക്കും ബെറ്റർ. പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ, പ്രോപ്പർട്ടിയുടെ അവകാശം, ഒന്നെങ്കിൽ റൈറ്റ് അവേ പ്രോപ്പർട്ടിയുടെ അവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് കണ്ടീഷൻ ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ അവകാശം ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള രീതിയിലും 2 രീതിയിലുള്ള സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ 2 കേസിലും ഓർക്കുക, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ ടൈറ്റിലാണ്. ടൈറ്റിൽ മീൻസ് അവകാശം, പ്രോപ്പർട്ടിയിലെ ഉടമസ്ഥാവകാശം. ആ ടൈറ്റില് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ. എഗ്രീസ് ടു ട്രാൻസ്ഫർ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഡൺ ഫോർ എ പ്രൈസ്. ഇത്രയുമാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് ആർ ദി എസെൻഷ്യൽസ് വെൻ ഇറ്റ് കംസ് ടു എ കോൺട്രാക്ട് ഫോർ സെയിൽ? ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത്
ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഒന്നാമതായിട്ട് there must be two parties. Two parties എന്ന് പറയുന്നത് ഒന്ന് ബയർ, another one is seller. And buyer is one who buys or agrees to buy. Seller is the one who sells or agrees to sell. രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ബൈയിങ് ആകാം, അല്ലെങ്കിൽ എഗ്രീസ് ടു ബൈ ആകാം. അതേപോലെ സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ സെല്ലിംഗ് ആകാം, അല്ലെങ്കിൽ എഗ്രീസ് ടു സെൽ ആകാം. Then subject matter of the contract is a contract of sale must be goods. നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് will not include services. സെയിൽസ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. സർവീസസ് എന്ന് പറയുന്ന ഒരു ഐറ്റമേ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ പെർവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ സബ്ജക്ട് മാറ്റർ മസ്റ്റ് ബി ഗുഡ്സ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് സർവീസസ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് feature, transfer must take place for a price. So there must be a consideration, adequate consideration ഉണ്ടായിരിക്കണം. Even if consideration is partly goods and partly price, it is valid. Goods ആകാം, then partly price ആകാം. മിക്സ് ആയിട്ടാണെങ്കിലും ഇത് വാലിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Transfer must be for the general property and not for the special property. General property എന്ന് പറയുമ്പോൾ general right ആണ്. General right means the ownership right over the goods, and special right means any right other than ownership right. So ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഫോർ സെയിൽ ഹാപ്പൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെയിൽ ഹാപ്പൻ ചെയ്യണമെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ഇതാണ്. there must be two parties. രണ്ട് പാർട്ടീസ് ഉണ്ടാവണം. ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, സർവീസസ് അല്ല. there must be an underlying price. പ്രൈസ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ ക്യാൻ ബി ഇൻ പ്രൈസ് ഓർ എന്നല്ല, പ്രൈസ് ആൻഡ് ഗുഡ്സ് ആസ് വെൽ. സോ പ്രൈസും ഗുഡ്സും എന്നുള്ള രീതിയിൽ ഒരു പോർഷൻ പ്രൈസ് ആയിട്ടും ഒരു പോർഷൻ എമൗണ്ട് ആയിട്ടും ഒരു പോർഷൻ ഗുഡ്സ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്താലും അതിനെ ട്രാൻസ്ഫർ എന്ന് തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുക. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് ജനറൽ പ്രോപ്പർട്ടി. ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ ഓണർഷിപ്പാണ്. പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അല്ലാതെ ഓണർഷിപ്പ് അല്ലാത്ത മറ്റെന്തെങ്കിലും എഗ്രിമെന്റ് പ്രകാരമുള്ള ട്രാൻസ്ഫറിനെ കോൺട്രാക്ട് ഫോർ സെയിൽ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ജനറൽ പ്രോപ്പർട്ടി, സ്പെഷ്യൽ പ്രോപ്പർട്ടി, രണ്ട് ടൈപ്പിലുള്ള റൈറ്റ്സ് ആണ് വരുന്നത്. ജനറൽ പ്രോപ്പർട്ടി മീൻസ് ജനറൽ റൈറ്റ്. ജനറൽ റൈറ്റ് മീൻസ് ഓണർഷിപ്പ് റൈറ്റ്. വേറെ സ്പെഷ്യൽ പ്രോപ്പർട്ടി മീൻസ് എനി റൈറ്റ്സ് അതർ ദാൻ ഓണർഷിപ്പ് റൈറ്റ്. ഓണർഷിപ്പ് റൈറ്റ് അല്ലാത്ത മറ്റെന്തെങ്കിലും അവകാശമാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്. വേറെ ഓണർഷിപ്പ് റൈറ്റ്സിനെയാണ് ജനറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, all essentials of a valid contract must be present. In addition to all these essential factors, contract of sale ആകണമെങ്കിൽ ഒരു സാധാരണ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ആസ്പെക്റ്റും കോൺട്രാക്ട് ഫോർ സെയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ these are the essentials of a valid contract of sale. Any doubt? Clear അല്ലേ ഇതിന്റെ ആസ്പെക്റ്റുകളെല്ലാം? സോ സെയിൽ, കോൺട്രാക്ട് ഫോർ സെയിൽ, എഗ്രിമെന്റ് ടു സെയിൽ, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ നോർമൽ കേസിൽ ഒരു എക്സാമ്പിൾ ആയിരിക്കും തരിക. എക്സാമ്പിൾ വെച്ചിട്ട് ഇത് സെയിലാണോ എഗ്രിമെന്റ് ടു സെയിൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. സോ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കുക. ഓണർഷിപ്പ്, അതായത് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അത് സെയിലാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് മീൻസ് ഓണർഷിപ്പ് റൈറ്റ്സ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത്. So let's see goods. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ പെർവ്യൂവിൽ ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് മീൻസ് ഗുഡ്സ് ദോസ് ആർ ഇൻ പൊസഷൻ ഓഫ് ദി സെല്ലർ അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ തന്നെ സെല്ലറുടെ കൈവശമുള്ള ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചുകൊണ്ട് ഇതാണ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചുകൊണ്ട് സെല് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് എക്സിസ്റ്റിംഗ് ആണ്. ദെൻ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് which are not in the possession of the seller but will be procured or produced or manufactured by him after the contract is made. കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ സെല്ലറുടെ പൊസഷനിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇല്ല. പക്ഷേ കോൺട്രാക്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒന്നെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും, ഓർ ഹി ക്യാൻ മാനുഫാക്ചർ ഇറ്റ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെയാണ് ഫ്യൂച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് മീൻസ്
കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ തന്നെ സെല്ലറുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഫ്യൂച്ചർ ആണെങ്കിൽ കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലില്ല, ഇനി അത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇനി അത് പ്രൊക്യൂർ ചെയ്യണം. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി കണ്ടിജന്റ് ഗുഡ്സ്. കണ്ടിജന്റ് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് ദി അക്വിസിഷൻ ഓഫ് വിച്ച് by the seller depends upon certain contingency. That means an event which may or may not happen. Okay, ഒരു ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ലൈക്ക് ഈ പറയുന്ന സെല്ലറുടെ കയ്യിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഇങ്ങനെ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ഏബിൾ ടു സപ്ലൈ. അങ്ങനെയുള്ള എഗ്രിമെന്റിനെയാണ്, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക് ക്ലാസിഫിക്കേഷൻ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രോഡക്റ്റ്, ഒന്ന് എക്സിസ്റ്റിംഗ്, നിലവിലുണ്ട്. രണ്ടാമതായിട്ട് ഫ്യൂച്ചർ, നിലവിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്തിട്ടില്ല, എഗ്രിമെന്റിന് ശേഷമായിരിക്കും പ്രൊക്യൂർമെന്റ് നടക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറി കണ്ടിജന്റ് പ്രോഡക്റ്റ് ആണ്. വേറെ കണ്ടിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം അക്വിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ എ ഫ്യൂച്ചർ ഇവന്റ്. നിലവിൽ അക്വയർ ചെയ്തിട്ടില്ല. അക്വിസിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഒരു ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇറ്റ് മേ ബി ലൈക്ക് ഇഫ് ഇറ്റ് റെയിൻസ്. ഓക്കെ, മഴ പെയ്യുകയാണെങ്കിൽ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ആ പറയുന്ന പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാം. മഴക്കാലം നേരത്തെ വരുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റ് എത്തിക്കും. അങ്ങനെ അക്വിസിഷൻ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ എ പർട്ടിക്കുലർ ഫ്യൂച്ചർ ഇൻസിഡന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഗുഡ്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഗുഡ്സ്. ഗുഡ്സ് വിച്ച് ആർ ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ തന്നെ ബയ്യർ ഈ ഗുഡ്സ് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം ഓഫ് റൈറ്റിംഗ് ദി കോൺട്രാക്ട്. കോൺട്രാക്ട് എഴുതുമ്പോൾ തന്നെ ഗുഡ്സ് ഐഡന്റിഫൈ ചെയ്തു, ഗുഡ്സിനകത്ത് രണ്ടുപേരും എഗ്രി ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. വെറസ് അസർട്ടൈൻഡ് ഗുഡ്സ്, ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഐഡന്റിഫൈഡ്. ഏതാണ് ഗുഡ്സ് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയില്ല. ആൻഡ് എഗ്രീഡ് അപ്പോൺ സബ്സിക്വന്റ് ടു ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്ട് എഴുതിയതിനു ശേഷം മാത്രമായിരിക്കും, ഓക്കെ, കോൺട്രാക്ട് എഴുതിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ഗുഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് അസർട്ടൈൻ എന്ന് പറയുന്നത്. ഗുഡ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാം, പക്ഷെ നിലവിൽ ആ ഗുഡ്സ് ഇല്ല. ഗുഡ്സ് ഇനി കോൺട്രാക്ട് പ്രകാരമായിരിക്കും അങ്ങനെയുള്ള ഗുഡ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും എഗ്രീഡ് അപ്പോൺ ചെയ്യുന്നതും കോൺട്രാക്റ്റിന് ശേഷമായിരിക്കും. ഇതിനെയാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി അൺഅസർട്ടൈൻഡ് ഗുഡ്സ് വിച്ച് ആർ നെയ്തർ ഐഡന്റിഫൈഡ് നോർ എഗ്രീഡ് അപ്പോൺ ബട്ട് എ മിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ് ആർ ഗിവൺ. ഗുഡ്സിനെ ഏതാണ് ഗുഡ്സ് എന്ന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. വെറസ് ഗുഡ്സിനെ ഏതാണ് ബൈ ചെയ്യാൻ പോകുന്നതെന്ന് ബയ്യറും എഗ്രി ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ഗുഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇസ് ഗിവൺ. ഇങ്ങനെ ആയിരിക്കും ഗുഡ്സ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. സ്പെസിഫിക് മീൻസ് ഗുഡ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ. സോ കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ തന്നെ ഗുഡ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് എഗ്രിയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ മേടിച്ചോളാം എന്ന് ബയ്യറും എഗ്രി ചെയ്തിട്ടുണ്ട്. ദെൻ അസർട്ടൈൻഡ് ആണെങ്കിൽ goods which are identified and agreed upon subsequent to the formation of contract. കോൺട്രാക്ട് എഴുതുന്ന ടൈമിൽ എഴുതിയതിന് ശേഷം എന്നുള്ള രീതിയിലായിരിക്കും ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്നത്. ഇനി അൺഅസർട്ടൈൻഡ് ആണെങ്കിൽ ഗുഡ്സിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണെന്ന് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിലവിൽ ആ ഗുഡ്സ് കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അതിനെയാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. ഏതെങ്കിലും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, നെക്സ്റ്റ് ഫിക്സിംഗ് ഓഫ് പ്രൈസ്. പ്രൈസ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് പ്രൈസ് ഫിക്സേഷൻ നടത്തുന്നത് ഇറ്റ് മേ ബി ബൈ ആൻ എഗ്രിമെന്റ്. ബിക്കോസ് രണ്ട് പാർട്ടീസും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ ബൈ മ്യൂച്വൽ ഡീലിങ്സ്, രണ്ടുപേരും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പ്രകാരം പാസ്റ്റ് ഡീലിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. അതുമല്ലെങ്കിൽ ബൈ തേർഡ് പാർട്ടീസ്. ദീസ് ആർ ദി ത്രീ മെത്തേഡ്സ് ബൈ വിച്ച് പ്രൈസസ് ആർ നോർമലി ഫിക്സ്ഡ്. ഒന്ന് ബൈ എഗ്രിമെന്റ്, ബയറും സെല്ലറും തമ്മിൽ ഡിസ്കഷൻ നടത്തിയതിനു ശേഷം ഒരു എഗ്രിമെന്റ് റൈറ്റ് ചെയ്യുന്നു. ആസ് പെർ ദാറ്റ് എഗ്രിമെന്റ് ദേ ക്യാൻ ഫിക്സ് ദി പ്രൈസ്.
രണ്ടാമതായിട്ട് ബൈ മ്യൂച്വൽ ഡീലിങ്സ്, കഴിഞ്ഞ ഡീലിങ്സിലൊക്കെ ചാർജ് ചെയ്തിരുന്ന ഒരു നോർമൽ റേറ്റ്, ആ റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുമല്ലെങ്കിൽ ദർ വിൽ ബി എ തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. സോ ഇഫ് ദി പ്രൈസ് ഈസ് ടു ബി ഫിക്സ്ഡ് ബൈ തേർഡ് പാർട്ടി and the third party refuses to fix the price, the contract becomes void. ഇനി എഗ്രിമെന്റ് പ്രകാരം തേർഡ് പാർട്ടിയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. പക്ഷേ തേർഡ് പാർട്ടി അറ്റ് ദി ടൈം ഓഫ് പ്രൈസ് ഫിക്സേഷൻ ഹി ടെൽസ് ദാറ്റ് ഐ എം നോട്ട് റെഡി ടു ഫിക്സ് ദി പ്രൈസ്, ഞാൻ ആ പ്രൈസ് ഫിക്സ് ചെയ്യാൻ തയ്യാറല്ല എന്ന് തേർഡ് പാർട്ടി ആ ടൈമിൽ ഇൻഫോം ചെയ്യുവാണെങ്കിൽ, തേർഡ് പാർട്ടി നോർമലി മേ ബി ദി ബയർ, അൾട്ടിമേറ്റ് ബയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് ആയിരിക്കാം, അവർ വഴിയായിരിക്കും ഈ പ്രൈസിന്റെ ഫിക്സേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ തേർഡ് പാർട്ടി പ്രൈസ് ഫിക്സ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഓൾറെഡി ഉള്ള എഗ്രിമെന്റ് നള്ളിഫൈ ചെയ്യും. സോ എഗ്രിമെന്റ് വോയിഡ് ആയി മാറും. ദെൻ വെൻ പ്രൈസ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് മാനർ, ബയർ ഷാൽ പേ ടു ദി സെല്ലർ എ റീസണബിൾ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഇനി ഫോർസൈറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന 3 രീതികളിൽ ഒന്നിലുമല്ല പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു എഗ്രിമെന്റോ അങ്ങനെ ഒരു മ്യൂച്വൽ ഡീലിങ്സിന്റെ എവിഡൻസോ അതേപോലെ തേർഡ് പാർട്ടി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു മെക്കാനിസമോ ഇല്ലെങ്കിൽ, ഇങ്ങനെ 3 കാര്യങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ഇറ്റ് ഈസ് അപ് ടു എ റീസണബിൾ പ്രൈസ്. ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്നല്ല, റീസണബിൾ പ്രൈസ് എന്നാണ് ആക്ട് പറയുന്നത്. ഇത് ആക്ടിന്റെ പ്രൊവിഷൻസ് ആണ്. ആക്ട് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. Delivery means a voluntary transfer of possession of goods. Means ആ ഗുഡ്സിന്റെ പൊസഷൻ, ഇറ്റ് ഇസ് നോട്ട് ദി ടൈറ്റിൽ, പ്രോഡക്റ്റ് പൊസഷൻ മാത്രം, കൈവശാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി മേ ബി ആക്ച്വൽ, സിംബോളിക് ഓർ കൺസ്ട്രക്റ്റീവ്. 3 തരത്തിലുള്ള ഡെലിവറി നമുക്ക് കാണാം. ഒന്നാമത്തേതാണ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ്. ഗുഡ്സ് സെല്ലറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് മൂവ് ചെയ്യുന്നു, ഫിസിക്കലി മൂവ് ചെയ്യുന്നു. ബയർ എടുത്തുകൊണ്ട് പോകുന്നു. അത്തരത്തിൽ ഒരു കാർ ആണെങ്കിൽ ബയർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ദാറ്റ് മീൻസ് ആ ഗുഡിന്റെ പൊസഷൻ സെല്ലറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് മാറി. ഇനി സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് ദി പൊസഷൻ ഓഫ് ഗുഡ്സ് ആർ ഗിവൺ. ഡെലിവറി ഓഫ് ദി തിങ് ഇൻ ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്. സോ ആക്ച്വലി ഗുഡ്സ് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സിംബോളിക് ലൈക്ക് ഇപ്പോൾ ഒരു കീ, കാറിന്റെ കീ നമ്മുടെ കയ്യിലേക്ക് കയറുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സിംബോളിക് ട്രാൻസ്ഫർ. ആക്ച്വലി നമ്മൾ ആ ഗുഡ്സ് കാറാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ അതിന്റെ കീ നമ്മുടെ കയ്യിലേക്ക് തരുവാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. ഓക്കെ, ഇതിനെയാണ് സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. വേറെ കൺസ്ട്രക്റ്റീവ് ഡെലിവറി മീൻസ് ഡെലിവറി വിച്ച് any charge in the custody of actual possession, delivery by atonement or acknowledgement. Delivery which any change in the custody of the actual possession. So change നമ്മുടെ ഒറിജിനൽ പൊസഷനിൽ ആരുടെ കയ്യിലാണോ അത് ഇരുന്നത് അതിന്റെ പൊസഷനിൽ മാറ്റങ്ങൾ വരുന്നു. ലൈക്ക് ഒരു അക്നോളജ്മെന്റ് എഴുതുന്നു. ഒരു ഇന്ന പേഴ്സണ് കൈവശാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി മറ്റൊരു പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ എഴുതുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഫോർ ദ ടൈം ബീങ് ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ്, ഒരു ലൈക്ക് പവർ ഓഫ് അറ്റോർണി, അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ആക്ച്വലി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, എന്നാൽ ഗുഡ്സിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ദർ ഇസ് എ ഡോക്യുമെന്റ്. ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഇതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 ടൈപ്പും ക്ലിയർ ആണോ? ആക്ച്വൽ, സിംബോളിക്, കൺസ്ട്രക്റ്റീവ്. ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യുന്നു. ദെൻ സിംബോളിക് ആണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്ന റൈറ്റ് അവേ മൂവ് ചെയ്യാതെ അതിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും, ലൈക്ക് കീ, കാർ കീ ആണെങ്കിൽ കീ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓണർഷിപ്പ് അല്ല, പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തു. പൊസഷനും ടൈറ്റിലും ടോട്ടലി ഡിഫറെന്റ് ആണ്. പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തു എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് കൺസ്ട്രക്റ്റീവ് ഡെലിവറി വിത്ത് ദി ചേഞ്ച് ഓഫ് കസ്റ്റഡി ഓഫ് ദി ആക്ച്വൽ പൊസഷൻ. ഈ പൊസഷൻ ആരുടെ കയ്യിലാണോ ഇരുന്നത് ആ കസ്റ്റഡി മാറുന്നു. മീൻസ്
ലൈക്ക് ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുന്നു താൽക്കാലികമായിട്ട്. ഇതിനെയാണ് പൊസഷൻ എന്ന് പറയുന്നത്. ഈ താൽക്കാലികമായി കൊടുത്ത കാര്യം പിന്നീട് പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി റൈറ്റ് മീൻസ് ടൈറ്റിലുള്ള റൈറ്റ് ആണ്, ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇറ്റ് ഇസ് കോൾഡ് ഓണർഷിപ്പ് റൈറ്റ്സ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻ വീണ്ടും സെക്കൻഡ് പാർട്ടിയിലേക്ക് പോകും. ഗുഡ്സ് മറ്റൊരാൾക്ക് വിറ്റതിന് തുല്യമായിട്ട് മാറും. ഇവിടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി ഒരു കൺസെപ്റ്റേ ചിന്തിക്കുന്നില്ല. ഡെലിവറി മാത്രമാണ്, വിച്ച് മീൻസ് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ, നോട്ട് ദി പ്രോപ്പർട്ടി. പൊസഷൻ മീൻസ് കൈവശം വച്ചിരിക്കുന്നത് വോളണ്ടറി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത്രയും മാത്രം. ടൈറ്റിലിന്റെ കേസ് ചിന്തിക്കരുത്. ഓക്കെ, മൂവിങ് ഓൺ. ദെൻ കണ്ടീഷൻസ്. കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ടൈറ്റിൽ. ദി സെയിൽ, in sale seller must have the it is right, seller must have the right to sell. In agreement to sell on the future date, let me repeat once again. In sale seller must have the right to sell. Okay, then in agreement to sell, in case of agreement to sell, on a future date he must have the right to sell. സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ് സെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റും എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റും. ഓക്കെ, സോ സെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ എപ്പോഴാണോ സെയിൽ നടത്തുന്നത് ആ പറയുന്ന പോയിന്റിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. സെല്ലർക്ക് ഈ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം, മീൻസ് അതിന്റെ ഓണർഷിപ്പ് സെല്ലറുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിൽ എന്നാണോ ഈ എഗ്രിമെന്റ് വാലിഡ് ആവുന്നത്, ആ വാലിഡ് ആവുന്ന ടൈമിൽ ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് സെല്ലറുടെ കയ്യിലായിരിക്കണം. ഓക്കെ, ഫ്യൂച്ചർ ഡേറ്റിൽ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് സെല്ലറുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ സെയിൽ ആയാലും എഗ്രിമെന്റ് സെൽ ആയാലും നടക്കൂ. സോ ഇത് രണ്ടും ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെയിൽ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും സെല്ലറുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്ക് പ്രോപ്പർട്ടി പോവുകയാണ്. ഇൻ ദാറ്റ് കേസ് അവകാശമുണ്ടെങ്കിൽ, അതായത് ടൈറ്റിൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. വെറസ് എഗ്രിമെന്റ് സെയിലാണെങ്കിൽ ഈ എഗ്രിമെന്റ് എഴുതിയതിനു ശേഷം പ്രോപ്പർട്ടി മേടിച്ചാൽ മതി. ഓക്കെ, ഈ എഗ്രിമെന്റ് എഴുതിയതിനു ശേഷം ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഹി വിൽ പ്രൊക്യൂർ ദി പ്രോപ്പർട്ടി ആൻഡ് ദെൻ ഹി വിൽ സെൽ ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ. Then about sample, bulk must correspond to the sample. So as per the conditions ആണ് നമ്മൾ പറഞ്ഞത്. ടൈറ്റിലിന്റെ കേസ് പറഞ്ഞു, ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ സെയിലുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് സെയിൽ ആണെങ്കിൽ ഇങ്ങനെയാണ്, ദെൻ എഗ്രിമെന്റ് സെൽ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി സാമ്പിളുമായി ബന്ധപ്പെട്ട്, സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിന് ഒരു സാമ്പിൾ കാണിച്ചതിന് ശേഷമാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ആ ബൾക്കിലെ ഓരോ കോമ്പോണന്റും 1000 പ്രൊഡക്റ്റ് ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കാണിച്ച സാമ്പിൾ പോലെ തന്നെ ആയിരിക്കണം ഈ 1000 യൂണിറ്റ്സും. എന്നാൽ മാത്രമേ ആ എഗ്രിമെന്റ് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ബൾക്ക് മസ്റ്റ് കറസ്പോണ്ട് ടു ദി സാമ്പിൾ. നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്ത സാമ്പിൾ എന്താണോ അതേ രീതിയിലുള്ളത് തന്നെയായിരിക്കണം ബൾക്ക് ക്വാണ്ടിറ്റിയും, മാറാൻ പാടില്ല. ബയർ മസ്റ്റ് ബി ഗീവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സാമിൻ ദി ഗുഡ്സ്. രണ്ടാമതായിട്ട് ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ടൈമിൽ ബയ്യർക്ക് ആ ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ, ശരിയാണോ തന്നിരിക്കുന്നത്, കറക്റ്റ് ഗുഡ്സ് ആണോ, അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ളതാണോ എന്ന് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം. മൂന്നാമതായിട്ട് ഗുഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് എനി ലേറ്റന്റ് ഡിഫക്ട്സ് വിച്ച് മേക്ക് ദം അൺമെർക്കന്റബിൾ. സോ ഇതിന് ശേഷം മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഡെലിവറി ടൈമിൽ പിന്നീട് ഒരു പ്രശ്നം ആ ഗുഡ്സിന് ഉണ്ടാകാൻ പാടില്ല. ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഡിഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഡിഫക്റ്റ് വരുവാണെങ്കിൽ, ഡിഫക്റ്റ് വിച്ച് മേക്സ് ദി ഗുഡ്സ് അൺമെർക്കന്റബിൾ, സെല്ല് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഗുഡ്സ് ഡാമേജ് ആവുകയാണെങ്കിൽ ആ എഗ്രിമെന്റിന് പിന്നീട് വാലിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, 3 കണ്ടീഷൻ. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ബൾക്ക് മസ്റ്റ് കറസ്പോണ്ട് ടു സാമ്പിൾ. സാമ്പിൾ എന്താണോ കൊടുത്തത് അതേ രീതിയിലായിരിക്കണം ബൾക്കും. ദെൻ ബയർ മസ്റ്റ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സാമിൻ. ആ പ്രൊഡക്റ്റ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബയർക്ക് കൊടുത്തിരിക്കണം. ദെൻ ഗുഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ latent defect, have any latent defect which make them unmerchantable. സെല് ചെയ്യാൻ പറ്റാത്ത, മെർക്കൻറ്റൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചും ഒരു ഡിഫക്റ്റും ഈ പ്രൊഡക്റ്റിന് വരാൻ പാടില്ല. ദെൻ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ, ദി ബൾക്ക് മസ്റ്റ് കറസ്പോണ്ട് ടു ദി ഡിസ്ക്രിപ്ഷൻ.
എന്താണോ നമ്മൾ പറഞ്ഞില്ലേ പല രീതിയിലുള്ള ഗുഡ്സ് ഉണ്ടെന്ന്, അതിൽ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണെങ്കിൽ, okay, unascertained goods ആണെങ്കിൽ there is just a description is given, right? So in that case just ഒരു mere description വെച്ചുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് മേടിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഈ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗുഡ്സ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. സോ ബൾക്ക് മസ്റ്റ് കറസ്പോണ്ട് ടു ദി ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ ഓഫ് പാക്കിംഗ് ഫോംസ് എ പാർട്ട് ഓഫ് ദി കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. സോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമല്ല, ഈ പറയുന്ന പ്രോഡക്റ്റ് പാക്കേജിങ് ആയാൽ പോലും, പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞത് അതിന്റെ പാക്കേജിങ് വരെ ഡിസ്ക്രിപ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ ദാറ്റ് പാക്കേജിങ്ങിലുള്ള ഡിഫക്റ്റ് വരെ, പാക്കേജ് പോലും അതിനകത്തുള്ള മാറ്റങ്ങൾ വരെ കോൺട്രാക്ട് ഓഫ് സെയിലിനെ നെഗറ്റീവായിട്ട് ബാധിച്ചെന്നിരിക്കും. ഓക്കെ, ദെൻ സെയിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് സാമ്പിൾ മസ്റ്റ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഇറ്റ് ഈസ് നോൺ ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ അറിയുന്ന രീതിയിൽ, സെയിലിന്റെ കേസാണെങ്കിൽ, ഇതുവരെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എഗ്രിമെന്റ് ടു സെൽ ആണ്, ബിക്കോസ് ഡിസ്ക്രിപ്ഷൻ തന്നതിന് ശേഷം പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. വെറസ് ഇവിടെയാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഡയറക്ട്ലി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ എങ്ങനെയാണോ, മാർക്കറ്റിൽ എങ്ങനെയാണോ ആ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് അതേ രീതിയിലുള്ള സാമ്പിൾ ആയിരിക്കണം കിട്ടേണ്ടത്. ദെൻ ദി ബൾക്ക് മസ്റ്റ് കറസ്പോണ്ട് ടു ദി സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനും സാമ്പിളും ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബൾക്ക് ഓർഡറും ഇരിക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ പോയിന്റും നമ്മൾ പറയുന്ന സെയിം തിങ്. അതായത് ഒരിക്കലും ബയ്യർ ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എന്താണോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. ദെൻ സ്പെസിഫിക് പർപ്പസ് ഓഫ് ദി ബയ്യർ. സോ സ്പെസിഫിക് റീസൺ ഫോർ പർച്ചേസ്. ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു പർട്ടിക്കുലർ റീസണ് വേണ്ടി മേടിക്കുന്ന സിറ്റുവേഷൻസ്, അതായത് there will be a specified അല്ലെങ്കിൽ there will be a specific reason and the buyer bought this product for a specific purpose. In that case buyer ഈ പറയുന്ന specific reason സെല്ലറോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കണ്ടീഷൻ അതാണ്, സെല്ലറോട് കൃത്യമായിട്ട് പറയുന്നു. ഒന്നാമതായിട്ട് സ്പെസിഫൈസ് റീസൺ ഓഫ് പർച്ചേസ്, എന്തിനു വേണ്ടി അത് മേടിച്ചതെന്ന് ബയ്യർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഡിപ്പെൻഡ്സ് ഓൺ സെല്ലേഴ്സ് സ്കിൽ, ഈ പ്രോഡക്റ്റ് അതേ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് സെല്ലറുടെ സ്കിൽ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് മൂന്നാമതായിട്ട് സെല്ലർ ഡീൽസ് ഇൻ ദോസ് ഗുഡ്സ്, സെല്ലറുടെ റെഗുലർ ട്രേഡ് ആ ഗുഡ്സിലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഇദ്ദേഹം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ് ഗുഡ്സ് മേടിക്കുന്നത്, ആ പർപ്പസിന് സ്യൂട്ടബിൾ അല്ലാത്ത പ്രോഡക്റ്റ് ആണ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ആ എഗ്രിമെന്റ് അതോടുകൂടി വോയിഡ് ആകും. ബിക്കോസ് എന്താണ് പർപ്പസ് എന്ന് ഓൾറെഡി, കണ്ടീഷൻ ഇസ് ദാറ്റ് എന്താണ് ആ പർപ്പസ് എന്ന് ഓൾറെഡി സെല്ലറെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് ഇത്തരത്തിൽ സെല്ലറുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. മൂന്നാമതായിട്ട് സെല്ലർ നോർമലി ഇത്തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡെലിവറിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഏത് പ്രൊഡക്റ്റിലാണോ, ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണോ ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിലിങ്ങിലും പറഞ്ഞത് അതേ രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെ സെല്ലർ കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ദി കണ്ടീഷൻ. ഓക്കെ, സോ സ്പെസിഫിക് പർപ്പസ്, ബയ്യർക്ക് ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് എന്താണെന്ന് ബയ്യർ സെല്ലറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ ടു ഗീവ് all the qualities that is specified in the document. Okay, then next is next is regarding usage of trade. ഈ പറയുന്ന പ്രൊഡക്റ്റ് നോർമലി പ്രൊക്യൂർ ചെയ്യുന്നത് ട്രേഡ് പർപ്പസിന് വേണ്ടിയാണ്. സോ ഇറ്റ് മസ്റ്റ് ബി മെർക്കൻറ്റബിൾ, സെല്ലിൽ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അടുത്തതായിട്ട് മെർക്കൻറ്റബിലിറ്റി ബോത്ത് ദ സെയിം. ഗുഡ്സ് ഷുഡ് ബി യൂസബിൾ ഓർ സെയിലബിൾ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ്. സെക്കൻഡ്, ഡിഫക്റ്റീവ് പാക്കിംഗ് മേക്സ് ഗുഡ്സ് അൺമെർക്കൻറ്റബിൾ. ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഇൻക്ലൂഡ്സ് പാക്കിംഗ് ഓൾസോ. പാക്കിങ്ങിലുള്ള പോരായ്മ പോലും പ്രൊഡക്റ്റിന്റെ ഡെലിവറിയെയും എഗ്രിമെന്റ് ടു സെല്ലിനെയും അല്ലെങ്കിൽ സെയിലിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും. അടുത്തതായി, പേഴ്സണൽ എയിൽമെന്റ് ഓഫ് എ പേഴ്സൺ ഡസ് നോട്ട് മേക്ക് ദി, ഓക്കെ ലീവ് ദാറ്റ്. സോ നമുക്ക് ഈ രണ്ട് പോയിന്റിൽ നിൽക്കാം, മൂന്നാമത്തെ പോയിന്റ് അവിടെ മിസ്സിംഗ് ആണ്. സോ രണ്ട് പോയിന്റ് ഓർത്തേക്കാം. സോ ഇറ്റ് ഷുഡ് ബി, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഗുഡ്സ് ഷുഡ് ബി യൂസബിൾ ഓർ സെയിലബിൾ. രണ്ടാമതായിട്ട് ഡിഫക്റ്റീവ് പാക്കിംഗ് ഈവൻ മേക്ക് ദിസ് ഗുഡ്സ് അൺമെർക്കറ്റബിൾ. മൂന്നാമത് ലാസ്റ്റ് കണ്ടീഷൻ, there must be wholesomeness. Wholesomeness means goods
to be in consumable state. ഗുഡ്സ് കൺസ്യൂമബിൾ സ്റ്റേറ്റിലായിരിക്കണം. അതായത് ഒരു ബയ്യർക്ക് മേടിക്കാൻ പറ്റുന്ന കൺസംഷൻ പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗുഡ്സ് തന്നെയായിരിക്കണം ഡെലിവർ ചെയ്യുന്നത്. These are the basic conditions required to become or required in a contract for sale. Okay, clear ആണോ? Any doubts? Title means title എന്താണെന്നാണോ ചോദിച്ചത്? ഒന്ന് പറയാമോ? Where is the title? Okay, title clear ആയില്ല. ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ആണ്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, പ്രോപ്പർട്ടി മീൻസ് ഓണർഷിപ്പ്. ആ ഓണർഷിപ്പിനെയാണ് ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് സെയിൽ, രണ്ട് രീതിയിലുള്ള കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് സെയിലും രണ്ട് എഗ്രിമെന്റ് സെയിലുമാണ്. സോ സെയിലാണെങ്കിൽ സെയിൽ ചെയ്യുന്ന ടൈമിൽ സെല്ലറുടെ കയ്യിൽ ഈ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. മീൻസ് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമേ എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കൂ. സോ ഞാൻ ഇൻ കേസ് ഇപ്പോൾ വിൽക്കാൻ പോവുകയാണ്, ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ശിശിരയ്ക്ക് വിൽക്കാൻ പോവുകയാണ്. ഇൻ ദാറ്റ് കേസ് ആ പ്രൊഡക്റ്റിന്റെ റൈറ്റ്, ആ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ആ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കൂ. സെയിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ദാറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ തന്നെ എൻ്റെ ആ അവകാശം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ആ റൈറ്റ് സെക്കൻഡ് പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. വേറാസ് എഗ്രിമെന്റ് സെല്ലാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ ശിശിരയോട് 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ പ്രൊഡക്റ്റിന് ടൈറ്റിൽ ഉണ്ടാവണമെന്നില്ല, 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഞാൻ ആ ടൈറ്റിൽ പ്രൊക്യൂർ ചെയ്താൽ മതി. ഓക്കെ, ആ പ്രൊഡക്റ്റ് മേടിച്ച് എൻ്റെ ആക്കിയാൽ മതി. സോ 2 ആഴ്ച എന്നാണോ ഡേറ്റ് പറഞ്ഞത്, ആ ഡേറ്റിനുള്ളിൽ ആ പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ എൻ്റെ കയ്യിൽ വന്നാൽ മതി. നിലവിൽ എൻ്റെ കയ്യിൽ ടൈറ്റിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സെയിൽ ആണെങ്കിൽ എൻ്റെ ടൈറ്റിൽ ഉണ്ടാവണം, മീൻസ് ഓണർഷിപ്പ് എൻ്റെ കയ്യിലായിരിക്കണം. വേറാസ് എഗ്രിമെന്റ് സെല്ലാണെങ്കിൽ ഞാൻ എഗ്രി ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷം വിൽക്കാവുന്നതാണ്. അതിന്റെ അർത്ഥം 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ അതിന്റെ ഓണർഷിപ്പ് ഞാൻ പ്രൊക്യൂർ ചെയ്താൽ മതി, ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ. വാറന്റി. നെക്സ്റ്റ് ഇസ് വാറന്റി. വാറന്റി എന്ന് പറയുന്നത് പ്രൊക്യൂർ ചെയ്യുന്ന പല രീതികളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് undisturbed possession. Condition as to title treated as warranty. Warranty is provided for the undisturbed possession. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇരിക്കുമ്പോൾ അതിനുള്ള പൊസഷനുള്ള അധികാരമാണ് ആക്ച്വലി വാറന്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ട്രീറ്റഡ് ആസ് എ വാറന്റി. ഈ ടൈറ്റിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനെ, നമ്മളുടെ കയ്യിൽ പൊസഷൻ ഇരിക്കുന്നതിനെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കണ്ടീഷൻസ് ആണോ പറയുന്നത്, ആ കണ്ടീഷൻസ് എല്ലാം വാറന്റിയുടെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കണം. ദെൻ ഫ്രീഡം ഫ്രം എൻകംബറൻസസ്. സോ എൻകംബറൻസസ് ഉണ്ടാകാതിരിക്കാൻ, ലൈക്ക് വെൻ ദി സെല്ലർ സെൽസ് ഗുഡ്സ് ഓൺ വിച്ച് എ തേർഡ് പാർട്ടി ഹാസ് എ ചാർജ് ആൻഡ് ഓയിങ് ടു ദിസ് ചാർജ് ദി ബയ്യർ സഫേഴ്സ് എനി ഡാമേജ് ഹി ക്യാൻ റിക്കവർ ദി സെയിം ഫ്രം സെല്ലർ. സോ ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബോട്ട് സം പ്രൊഡക്ട്സ് ഫ്രം ബി. ബിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് എ മേടിക്കുന്നു. പക്ഷേ ലേറ്റർ ഹി കെയിം ടു നോ ദാറ്റ് എക്ക് മാത്രമല്ല ഈ പ്രൊഡക്റ്റിൽ അവകാശമുള്ളത്, സിക്കും അവകാശമുണ്ട്. സോ സി വിൽ ഫയൽ എ സ്യൂ. ഈ ഒരു ട്രാൻസാക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് സി ഒരു കേസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ കേസുമായിട്ട് വന്നിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആർക്കാ? ഈ പ്രൊഡക്റ്റ് മേടിച്ച ആൾക്കാണ്. സോ ഹി ക്യാൻ ക്ലെയിം ദി സെയിം ഫ്രം ബി, ബിക്കോസ് ബി ഒരിക്കലും ഇങ്ങനെ രണ്ടാമതൊരു അവകാശം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത്, അതും ഒരു വാറന്റിയാണ്. ഓക്കെ, വാറന്റിയുടെ പാർട്ടായിട്ട് തന്നെ ഓർക്കുക. സോ വാറന്റി പ്രൊവൈഡ്സ് ഫ്രീഡം ഫ്രം എൻകംബറൻസസ്. സോ ഇറ്റ് മീൻസ് വെൻ എ സെല്ലർ സെൽസ് ഗുഡ്സ് ഓൺ which a third party has a charge and owing to this charge buyer suffers any damage, he can recover it from the seller. ഈ പറയുന്ന ചാർജുമായി ബന്ധപ്പെട്ട് ബയ്യർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബയ്യർക്ക് അത് ബിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം. നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് പറയുന്നത് ബിയുടെ കയ്യിൽ നിന്നാണ് പ്രൊഡക്റ്റ് മേടിച്ചത്. ദാറ്റ് ഈസ് ബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ഈ പ്രൊഡക്റ്റിനകത്ത് സി എന്ന് പറയുന്ന മറ്റൊരു അവകാശി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എക്ക് അത് അറിയില്ല.
സോ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ ഡാമേജസും എക്ക് ബിയുടെ കയ്യിൽ നിന്നും മേടിക്കാം. മൂന്നാമതായിട്ട് ഡിസ്ക്ലോഷർ ഓഫ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ദി ഗുഡ്സ്. In case of dangerous nature of goods, the seller shall inform the same to the buyer. So ഈ പറയുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഹാംഫുൾ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഹാംഫുൾ എഫക്റ്റ് കൃത്യമായിട്ട് സെല്ലർ ബയറോട് പറഞ്ഞിരിക്കണം. ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ he will be liable to the damages of the buyer. ബയർക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ ഡാമേജസും നികത്തുക എന്നുള്ളത് പിന്നീട് സെല്ലറുടെ ഉത്തരവാദിത്തമായി മാറും. അവസാനമായിട്ട് ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസ് ഓഫ് ബൈ യൂസേജ് ഓഫ് ട്രേഡ് ട്രീറ്റഡ് ആസ് എ വാറന്റി. ദിസ് ഇസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ വാറന്റി. മീൻസ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ടൈമിൽ ഈ പ്രൊഡക്റ്റ് ഫിറ്റ് ആയിരിക്കണം ഫോർ ഫർദർ സ്റ്റേ. മെർക്കൻറ്റബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ മെർക്കൻറ്റബിൾ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും സെല്ലറുടെ ഡ്യൂട്ടിയാണ്. മെർക്കൻറ്റബിൾ അല്ലെങ്കിൽ ഹി വിൽ ബി ലയബിൾ. സോ എന്തൊക്കെ വാറന്റീസ് ആണ് സെയിലുമായി ബന്ധപ്പെട്ട് സെല്ലർ ബയർക്ക് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഈസ് അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. ഈ പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കൈവശം വയ്ക്കുന്നതിൽ മറ്റൊരാളും ചോദ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ. രണ്ടാമതായിട്ട് ഫ്രീഡം ഫ്രം എൻകംപ്രൻസസ്, അതായത് എക്സ്റ്റേണലി അവകാശമുള്ള പാർട്ടീസ് വരാൻ പാടില്ല. മൂന്നാമതായിട്ട് ഡിസ്ക്ലോഷർ ഓഫ് ഡേഞ്ചറസ് നേച്ചർ. ഇഫ് ദി ഗുഡ്സ് ഹാവ് എനി ഡേഞ്ചറസ് ഓർ ഹസാഡസ് നേച്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത് സെല്ലറുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസ്. യൂസിനും ട്രേഡിനുള്ള ഫിറ്റ്നസ് കൃത്യമായിട്ട് ഉണ്ടെന്ന് ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾ ഉറപ്പുവരുത്തണം. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ the buyer can sue the seller. Okay, clear ആണോ? Next is caveat emptor. Caveat emptor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let the buyer beware. സോ നോർമൽ കേസിൽ നമ്മൾ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും സെല്ലർക്ക് ഇത്രയും അവകാശങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ബേസിക് നോളജ് അബൌട്ട് ദി പ്രോഡക്റ്റ് and basic inquiry relating to the product must be conducted by the buyer himself. അങ്ങനെയുള്ള കേസുകളിലൊന്നും ബയ്യർ സെല്ലറുടെ തലയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇത്ര വാറന്റി ഉണ്ട് അതുകൊണ്ട് സെല്ലറുടെ തലയിൽ കൊണ്ടുപോയി റെസ്പോൺസിബിലിറ്റി വയ്ക്കാമെന്ന് വിചാരിക്കരുത്. ബിക്കോസ് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഇൻഫോം ചെയ്യുകയും കൂടുതൽ അറിയുകയും ചെയ്യുക എന്നുള്ളത് ബയ്യറുടെ ഉത്തരവാദിത്തമാണ്, സെല്ലറുടെ ഉത്തരവാദിത്തമല്ല. സോ ലെറ്റ് ദി ബയ്യർ ബിവെയർ. ഇറ്റ് ഈസ് ദി ബയ്യേഴ്സ് ഡ്യൂട്ടി ടു മേക്ക് ദി റൈറ്റ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്. He cannot hold the seller liable for the wrong selection. ഗുഡ്സ് മേടിക്കുമ്പോൾ ശരിയായ സെലക്ഷൻ നടത്തുക എന്നുള്ളത് ബയ്യറുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഞാൻ മേടിച്ച ഗുഡ്സിനകത്ത് അത് തെറ്റായിപ്പോയി, സെലക്ഷൻ തെറ്റിപ്പോയി എന്നും പറഞ്ഞ് സെല്ലറെ റെസ്പോൺസിബിൾ ആക്കാൻ സാധിക്കില്ല. സോ ദിസ് റൂൾ ഫോർ caveat emptor does not apply in case of. സോ caveat emptor ഉണ്ട്, പക്ഷെ അവിടെ ചില കേസുകളിൽ അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ലൈക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് ഒരു ട്രേഡ് നെയിമോട് കൂടിയാണെങ്കിൽ, അതായത് ഈ പ്രോഡക്റ്റിന് സ്ഥിരമായിട്ട് വിൽക്കുന്ന ഒരു ട്രേഡ് നെയിം ഉണ്ട്, ആ പ്രോഡക്റ്റ് അതേ രീതിയിൽ തന്നെയായിരിക്കണം പ്രോഡക്റ്റ് കിട്ടേണ്ടത്. ജനറിക് നെയിം, ഐ മീൻ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ്, അതിന്റെ യൂസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മേടിക്കുന്നത് സോപ്പ് എന്നുള്ള രീതിയിലാണ് പോയി മേടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രൊഡക്റ്റിന് സോപ്പ് തന്നെയായിരിക്കണം. അതിനകത്ത് ലെറ്റ് ദി ബയർ ബിവെയർ എന്നുള്ളത് കാര്യം ഒരിക്കലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രേഡ് നെയിം എന്നുള്ള രീതിയിലാണ് പ്രൊഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ ആ ട്രേഡ് നെയിമിലുള്ള പ്രൊഡക്റ്റ് തന്നെ അതിന്റെ കയ്യിൽ കിട്ടണം. അടുത്തതായി ബൈ സാമ്പിൾ. ഓൾറെഡി ഒരു സാമ്പിൾ കിട്ടിയിട്ട് ആ സാമ്പിൾ എക്സാമിൻ ചെയ്തിട്ടാണ് ഓൾ പ്രൊഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞു ഒരു ബണ്ടിൽ മേടിക്കുന്നത് സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എൻറ്റയർ ബണ്ടിലും സാമ്പിൾ പോലെ തന്നെ ആയിരിക്കണം. അത് സെല്ലറുടെ ഉത്തരവാദിത്തമാണ്. അടുത്തതായി ബൈ ഡിസ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കണം ഡെലിവറി ചെയ്യേണ്ടത്. അവിടെ സെല്ലർക്ക് ലെറ്റ് ദി ബയർ ബിവെയർ എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ ദി ഗുഡ്സ് ആർ അൺമെർക്കൻറ്റബിൾ. ദാറ്റ് ഈസ് ദി ബേസിക് റിക്വയർമെന്റ്. മെർക്കൻറ്റബിൾ ആയിരിക്കണം, അൺമെർക്കൻറ്റബിൾ ആകാൻ പാടില്ല. ദെൻ ഗുഡ്സ് ആർ നോട്ട് ഓൾസം. ഓൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ഫോർ കസ്റ്റമർ യൂസ് ആണ്, കസ്റ്റമർ യൂസിന് പറ്റാത്ത പ്രൊഡക്റ്റ് വിൽക്കാനും പാടില്ല. ദെൻ ദി ഗുഡ്സ് ആർ നോട്ട് ഫിറ്റ് ഫോർ ബയേഴ്സ് സ്പെസിഫിക് പർപ്പസ്. സ്പെസിഫിക് പർപ്പസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സ്പെസിഫിക് പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് സെല്ലറെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫിക് പർപ്പസിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെ ഡെലിവറി ചെയ്യണം. അതിനകത്ത് ഒരു എക്സ്ക്യൂസും സെല്ലർ പറയാൻ പാടില്ല. അവസാനമായിട്ട് ദി സെല്ലർ സെൽസ് ദി ഗുഡ്സ് ടു ബയർ ബൈ ഫ്രോഡ്. ബയറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗുഡ്സ് വിൽക്കുന്നതെങ്കിലും caveat emptor അപ്ലൈ ചെയ്യില്ല. Okay, so these are the cases where caveat emptor rule is not applied. First, trade name. Second, sample. Third, description is given already. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. Then unmerchantable ആയിട്ടുള്ള പ്രൊഡക്റ്റ് പറ്റില്ല. No awesomeness ഇല്ലെങ്കിൽ പറ്റില്ല. Then specific purpose buyer already സെല്ലറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. And finally, if the seller is selling this by fraud ആയിട്ട് ചതിച്ചുകൊണ്ടാണ് വിൽക്കുന്നതെങ്കിലും ഈ പറയുന്ന റൂൾ അപ്ലൈ ചെയ്യില്ല. ഓക്കെ, സോ did you got the meaning of caveat emptor? Okay, then transfer of property. Transfer of property means ownership in goods is transferred from one person to another. Property means ownership. അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് റൈറ്റ്സ് ആണ്. സോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി കൺസെപ്റ്റ് നോക്കുമ്പോൾ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. പൊസഷൻ ഓഫ് ദി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കസ്റ്റഡി ഓഫ് ദി ഗുഡ്സ് ആണ്. ഓക്കെ, ദെൻ പാസിംഗ് ഓഫ് റിസ്ക് മീൻസ് റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. നോർമലി ആർക്കാണോ ഓണർഷിപ്പ് കിട്ടുന്നത് ആ ഇൻഡിവിജ്വലിലേക്കാണ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. The moment ownership transfers to the buyer, the risk passes to the buyer. If any party is in default, the defaulting party shall bear the loss. So, ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു എഗ്രിമെന്റ് എഴുതുന്നു ബിയുമായിട്ട്. വീണ്ടും എയും ബിയും തന്നെ. ഓക്കെ, എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിയുമായിട്ട് ഒരു എഗ്രിമെന്റ് എഴുതുന്നു. ആസ് പെർ ദിസ് എഗ്രിമെന്റ് ബി എഗ്രീസ് ടു സെൽ. അതിനെയാണ് നമ്മൾ എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത്. ഓക്കെ, എഗ്രീസ് ടു സെൽ. സെയിൽസ് എഗ്രിമെന്റ് ആണ് എഴുതിയത്. ആ എഗ്രിമെന്റ് പ്രകാരം എക്ക് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഈ പ്രൊഡക്റ്റ് വിൽക്കാമെന്നാണ് പറഞ്ഞത്. ഇൻ ദാറ്റ് കേസ് ഇമ്മീഡിയറ്റ്ലി ബിക്ക് ടൈറ്റിൽ വേണ്ട ആവശ്യമുണ്ടോ? ബിക്ക് അതിന്റെ ടൈറ്റിലിന് ആവശ്യമില്ല. എന്നാണോ ഈ ഡേറ്റ് വരുന്നത്, ഫ്യൂച്ചർ ഡേറ്റ് വരുന്നത്, അതിനുള്ളിൽ ഓണർഷിപ്പ് പ്രൊക്യൂർ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ ബി അത് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സഫേർഡ് ബൈ ബി ഹിംസെൽഫ്. ദെൻ അതിനുശേഷം given opportunity to എക്ക് ഈ പ്രൊഡക്റ്റ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. എ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലുള്ള പ്രൊഡക്റ്റ് ആണ്. എ എങ്ങനെയാണോ പ്രൊഡക്റ്റിന്റെ സാമ്പിൾ കണ്ടത് അതേ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബിക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ എയിലേക്ക് എന്നാണോ മൂവ് ചെയ്യുന്നത് ആ പോയിന്റ് തൊട്ട് പ്രൊഡക്റ്റിൽ വരുന്ന ലോസിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും എയ്ക്കായിരിക്കും, ബിക്ക് ആയിരിക്കില്ല. ഓക്കെ, ലെറ്റ് മി റിപ്പീറ്റ്. ബി ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് വരെ ടൈറ്റിൽ ബിയുടെ കയ്യിലാണ്, ഓണർഷിപ്പ് ബിയുടെ കയ്യിലാണ്. സോ ദാറ്റ് ലോസ് വരുവാണെങ്കിൽ ബി സഫർ ചെയ്യണം. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സിലുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ് എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ലോസ് വരുവാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി സഫേർഡ് ബൈ എ. ദാറ്റ്സ് ദി മീനിങ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പാസിംഗ് ഓഫ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. ഓണർഷിപ്പോട് കൂടിയാണ് റിസ്ക് പാസ് ചെയ്യുന്നത്. എപ്പോഴാണോ ഓണർഷിപ്പ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ആ ടൈം തൊട്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് അതിന്റെ റിസ്ക് മൂവ് ചെയ്യും. Then the moment ownership transfers to the buyer, risk passes to the buyer. If any party is in default, the defaulting party shall bear the loss. ഈ പറയുന്ന എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ പാർട്ടിക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. സോ ഇത്രയും കണ്ടീഷൻസ് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സോ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് മീൻസ് ഓണർഷിപ്പ് ഇൻ ഗുഡ്സ്. ഫിസിക്കൽ പൊസഷൻ അതിനെയാണ് പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then time of ownership നമ്മളത് പറഞ്ഞു. intention of parties, so that's not required. Moving on, specific goodsഉം unascertained goodsഉം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്പെസിഫിക് ഗുഡ്സ് എന്താണ്? സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അതിന്റെ ഓണർഷിപ്പിന്റെ ബേസിൽ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്. ഓക്കെ, ഡെലിവറബിൾ സ്റ്റേറ്റിലുള്ള സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി.
ഡെലിവറബിൾ സ്റ്റേറ്റിലാണ് ഈ ഗുഡ്സ് എന്താണെന്നുള്ളത് കണ്ടതിന് ശേഷം പ്രൊഡക്റ്റ് റെഡി ആണെങ്കിൽ സ്പെസിഫിക് ആണ്, അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്, സോ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമതായിട്ട് നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, എന്തെങ്കിലും ഒരു അഡീഷണൽ വർക്ക് ചെയ്താൽ മാത്രം ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ദേ ആർ ബ്രോട്ട് ഇൻ ടു ദി ഡെലിവറബിൾ സ്റ്റേറ്റ്. ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ ദി ബയർ ഈസ് ഇൻഫോംഡ്. If the seller has to conduct certain test over the goods, ownership is transferred after such test. ഈ പറയുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് സെല്ലർക്ക് ചില ടെസ്റ്റുകൾ നടത്താനുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യൂ. ആൻഡ് ഫൈനലി ഇഫ് ദി ബയർ ഹാസ് ടു കണ്ടക്ട് ദി ടെസ്റ്റ് ലൈക്ക് ഇൻ കേസ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലർ ടെസ്റ്റ് നടത്തുന്ന കേസുകളിലാണ്. സെല്ലർ ടെസ്റ്റ് നടത്തുവാണെങ്കിൽ അതിന്റെ അർത്ഥം ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ സെല്ലർ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിക്കോസ് സെല്ലർ എന്ന് പറയുന്നത് ഒരു കാർ കമ്പനിയാണെന്ന് വിചാരിക്കുക. അവരുടെ ടെസ്റ്റഡ് ഓക്കെ ആയതിനു ശേഷം മാത്രമേ അവർ ആ പ്രൊഡക്റ്റ് പുറത്തേക്ക് വിൽക്കൂ. സോ ദാറ്റ് ആ ടെസ്റ്റിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. വെറസ് ബയ്യറാണ് ടെസ്റ്റ് നടത്താൻ പോകുന്നതെങ്കിൽ അതിനർത്ഥം ഇഫ് ദി ബയ്യർ ഹാസ് ടു കണ്ടക്ട് ദി ടെസ്റ്റ്, ദി ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, സോ സ്പെസിഫിക് ഗുഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് ഡെലിവറബിൾ സ്റ്റേറ്റിലുള്ള ഗുഡ്സ് ആണെങ്കിൽ മീൻസ് ഇമ്മീഡിയറ്റ്ലി ഡെലിവർ ചെയ്യാം. ദാറ്റ് മീൻസ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി. ഓക്കെ, രണ്ടാമതായിട്ട് ഡെലിവറബിൾ സ്റ്റേറ്റിൽ അല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ ആ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് എപ്പോഴാണോ മാറ്റാൻ സാധിക്കുന്നത് ആ പോയിന്റ് തൊട്ടായിരിക്കും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സെല്ലർക്ക് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ചില ടെസ്റ്റുകൾ നടത്തിയിട്ട് മാത്രമേ ഡെലിവർ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്നാണോ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് മാറുന്നത് ടെസ്റ്റ് കഴിയുന്ന ടൈം തൊട്ടായിരിക്കും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബയ്യർക്കാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ ബയ്യറുടെ ടെസ്റ്റ് നടത്തുന്നത് സെല്ലറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇനി അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണെങ്കിൽ ആഫ്റ്റർ ദി ഗുഡ്സ് ആർ അസർട്ടൈൻഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ്. സോ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ ഓണർഷിപ്പ് ഒരിക്കലും അൺഅസർട്ടൈൻഡ് സ്റ്റേറ്റിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു മിയർ ഡിസ്ക്രിപ്ഷൻ മാത്രമേ പ്രൊഡക്റ്റിനെ പറ്റി കൊടുത്തിട്ടുള്ളൂ. ഈ ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, പ്രൊഡക്റ്റ് ഉണ്ടാവണം. അതുകൊണ്ട് എപ്പോഴാണോ അസർട്ടൈൻ ചെയ്യുന്നത് ആൻഡ് എപ്പോഴാണോ ഇതിനകത്ത് അപ്രോപ്രിയേഷൻ നടക്കുന്നത്, മീൻസ് ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും ഗുഡ്സിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് അസർട്ടൈൻമെന്റ് മാത്രമേ ഉള്ളൂ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഗുഡ്സ് ആൻസറിങ് ദി ഡിസ്ക്രിപ്ഷൻ ആർ ഐഡന്റിഫൈഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട്. മീൻസ് അസർട്ടൈൻമെന്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് ഗുഡ്സിന്റെ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് കണ്ടു മനസ്സിലാക്കുന്നു ആൻഡ് റെഡി ആയിരിക്കുന്നു, സെറ്റ് അപ്പാർട്ട് ആയിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അസർട്ടൈൻമെന്റ് കഴിഞ്ഞു. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ദി ഗുഡ്സ് with the consent of both the parties for the performance and of the contract. കോൺട്രാക്ട് പ്രകാരം രണ്ട് പേര് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കോൺട്രാക്ട് പ്രകാരം ഈ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ അതിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സോ അസർട്ടൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്ഷന് മാച്ച് ആവുന്ന പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അത് മാറ്റിവെക്കുക. ദെൻ അപ്രോപ്രിയേഷൻ ആണെങ്കിൽ ആ ഗുഡ്സ് സെലക്ട് ചെയ്യുക ആൻഡ് രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുക, ദെൻ കോൺട്രാക്ട് പെർഫോം ചെയ്യാവുന്ന സ്റ്റേറ്റിലേക്ക് ആവുന്നതിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സോ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണെങ്കിൽ അസർട്ടൈൻമെന്റും അപ്രോപ്രിയേഷനും കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, രണ്ട് കേസും ക്ലിയർ ആണോ? സ്പെസിഫിക് ആൻഡ് അൺഅസർട്ടൈൻഡ്. ഓക്കെ, ദെൻ സെയിൽ ഓൺ അപ്രൂവൽ. Sale on approval becomes a sale in the following conditions. Next category ആണ് സെയിൽ ഓൺ അപ്രൂവൽ. അതായത് ഈ പ്രൊഡക്റ്റിന്റെ സാമ്പിൾ അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാം, റിജക്ട് ചെയ്യുവാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം. അങ്ങനെയുള്ള കാറ്റഗറിയാണ് സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിജക്ഷൻ ബേസിസ് എന്ന് പറയുന്നത്. സോ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് ആണെങ്കിൽ സെയിൽ ഓൺ അപ്രൂവൽ ബിക്കംസ് എ സെയിൽ in the following conditions. First, buyer gives his assent to purchase the goods. ഈ ഗുഡ്സ് മേടിക്കാൻ ഞാൻ റെഡി ആണെന്ന് ബയ്യർ എപ്പോഴാണ് പറയുന്നത് ആ ഒരു മൊമെന്റ് തൊട്ട്
ഈ പറയുന്ന സെയിൽ ഓൺ അപ്രൂവൽ റിയാലിറ്റി ആയി മാറും, സെയിലായി മാറും. ദെൻ രണ്ടാമതായിട്ട് ഡസ് നോട്ട് ഗീവ് ആൻ അസെന്റ് ബട്ട് retains the goods without giving notice of rejection within a specific time or no time specified within a reasonable time. അതായത് രണ്ടാമത്തെ കേസ്, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് 2 മാസമാണ്. 2 മാസമാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നത്. 2 മാസം കഴിഞ്ഞിട്ടും പ്രോഡക്റ്റിന്റെ റിജക്റ്റ് ചെയ്യുവാണോ അക്സെപ്റ്റ് ചെയ്യുവാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു ഡിസിഷനും എടുത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസും കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ആ ഒരു റീസണബിൾ ടൈം കഴിഞ്ഞു, ആ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് സെല്ലായി എന്നാണ്. ലെറ്റ് മി റിപ്പീറ്റ്, 2 കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിജക്ഷൻ ബേസിസ് എന്ന് പറയും. സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്, ദാറ്റ് ഈസ് ദി എക്സാക്ട് വേർഡ്, അപ്രൂവൽ ഓർ റിജക്ഷൻ. ഒന്നെങ്കിൽ അദ്ദേഹം അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഗിവൺ എ ടൈം ഫ്രെയിം. നോർമൽ സിറ്റുവേഷനിൽ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ടാവും. 1 മാസം നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തേക്കാം. ഇങ്ങനെയായിരിക്കും എഗ്രിമെന്റ് വരുന്നത്. സോ 1 മാസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു മസ്റ്റ് ടെൽ ദം, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അറിയിക്കണം, റിജക്ഷനായി. ഇൻ കേസ് അറിയിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളത് മേടിക്കാൻ തയ്യാറാണെന്നാണ്. അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സെയിലായി മാറും. അടുത്തതായിട്ട് ഡസ് എനി ആക്ട് which is consistent with the ownership, ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുക, ഇതിന്റെ ഓണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടി പോലെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു, പ്രൊഡക്റ്റ് വിറ്റു എന്നാണ്. ഓക്കെ, സോ ദീസ് ആർ ദി കണ്ടീഷൻസ്. 3 കണ്ടീഷൻസും ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഈസ് ബയറുടെ കൺസെന്റ്. എപ്പോഴാണോ കിട്ടുന്നത് ആ കൺസെന്റ് കിട്ടുന്ന ടൈം തൊട്ട് സെയിൽ ഓൺ അപ്രൂവൽ ആയി. രണ്ടാമതായിട്ട് ഒരു ടൈം ഫ്രെയിം ഉണ്ട്, പക്ഷെ കൺസെന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടൈം ഫ്രെയിമിനുള്ളിൽ സെയിൽ ഓൺ അപ്രൂവൽ ആയി. ഇൻ കേസ് ടൈം ഫ്രെയിം ഇല്ലെങ്കിലോ, സമയം അതിനകത്ത് പറഞ്ഞിട്ടില്ല, ആജീവനം എന്താ യൂസ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനേ ഇല്ല. ഇത്രയേ ഉള്ളൂ. ഒരു റീസണബിൾ ടൈം ഡോക്ട്രീൻ ആ കേസിൽ വരും. ഓക്കെ, റീസണബിൾ ടൈം വിൽ ബി ഡിസൈഡഡ് ബൈ ദി കോർട്ട് ആൻഡ് ആസ് പെർ ദി ആക്ട്. ആക്ട് പ്രകാരം റീസണബിൾ ടൈം അങ്ങ് ഡിസൈഡ് ചെയ്യും. ആ റീസണബിൾ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മേടിച്ചേ പറ്റൂ. സോ ലാസ്റ്റ്, ഇത് ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഏതെങ്കിലും ഒരു രീതിയിൽ ബയ്യർ ആ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ അതിനർത്ഥം സെയിൽ ഹാപ്പൻ ചെയ്തു എന്നാണ്. ഈ കണ്ടീഷൻസിലെല്ലാം സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് അപ്ലൈ ചെയ്യും. ദെൻ സെയിൽ ഓൺ അപ്രൂവൽ ഓൺ ക്യാഷ് ബേസിസ്, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദി ക്യാഷ് ഈസ് പെയ്ഡ്. ക്യാഷ് ബേസ്ഡ് ആണെങ്കിൽ അപ്രൂവൽ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ക്യാഷ് പേ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് പേ ചെയ്തതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. സോ ദീസ് ആർ ദി കണ്ടീഷൻസ്. ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് ഓരോ കണ്ടീഷനിലും എങ്ങനെയാണ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ബയർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, മൂവിങ് ഓൺ. സോ നെക്സ്റ്റ് ടേം ഈസ് നമോ ദാറ്റ് കോഡ് നോൺ ഹാബിറ്റ്, വിച്ച് മീൻസ് no one can give what he has not get. So what he has not got, ഇതിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരാൾക്കും കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഈ ടേമിന്റെ മീനിങ്. ചോദിച്ചിട്ടുണ്ട് മുമ്പും, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് no one can give what he has not got. ഇതിന്റെ കയ്യിലുള്ളത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. നമ്മൾ നേരത്തെ ഓണർഷിപ്പിന്റെ കേസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഓണർഷിപ്പ് നടക്കണമെങ്കിൽ സെല്ലറുടെ കയ്യിൽ ആ പോയിന്റിൽ എപ്പോഴാണോ ആ സെയിൽ നടക്കുന്നത് ആ സെയിൽ നടക്കുന്ന പോയിന്റിൽ ഇതിന്റെ ഓണർഷിപ്പ് ഉണ്ടാവണം. ഓണർഷിപ്പ് വന്നാൽ മാത്രമേ ആ ഇൻഡിവിജ്വലിന് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. സോ ഈവൻ ടു ദെയർ ആർ സം എക്സെപ്ഷൻസ്. ഈ റൂളുമായി ബന്ധപ്പെട്ട് ചില എക്സെപ്ഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമതായിട്ട് സെയിൽ ബൈ മെർക്കൻറ്റബിൾ ഏജന്റ്. ഒരു ഏജന്റ് ആണ് സെൽ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഏജന്റ് ആണെങ്കിൽ ഇതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഏജന്റ് ഈസ് ആക്ടിങ് ഫോർ ദി പ്രിൻസിപ്പൽ ഓൺലി. പ്രിൻസിപ്പലിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വലിനാണ് ഏജന്റ് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് കേസ് ഓണർഷിപ്പ് ഉള്ള ആളല്ല സെല് ചെയ്യുന്നത്. സോ ആക്ടിങ് ഇൻ ഓർഡിനറി കോഴ്സ്, ഏജന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സാധാരണ രീതിയിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. ഈ പറയുന്ന റൂൾ അവിടെ അപ്ലൈ ചെയ്യില്ല. ദെൻ രണ്ടാമതായിട്ട് പൊസഷൻ വിത്ത് ദി കൺസെന്റ് ഓഫ് ഓണർ. ഓണറുടെ അനുമതിയോടുകൂടി ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. സോ ഓണർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഓണറിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ഓണർക്കുള്ള എല്ലാ അവകാശങ്ങളും ഏജന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ ഏജന്റ് ക്യാൻ ആക്ട്. മൂന്നാമതായിട്ട് സെൽ ടു ബോണിഫൈഡ് പർച്ചേസർ.
അംഗീകരിക്കപ്പെട്ട കൃത്യമായിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരു പർച്ചേസറിലേക്കാണ് വിൽക്കുന്നതെങ്കിൽ സെയിൽ ബൈ മെർക്കൻറ്റബിൾ ഏജന്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദിസ് റൂൾ. സോ മെർക്കൻറ്റബിൾ ഏജന്റിന് അദ്ദേഹത്തിന്റെ ഓണർഷിപ്പ് ഇല്ലാതെ തന്നെ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ പാർട്ടി സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ്. എല്ലാവരും കൂടി വിൽക്കുകയല്ല, ജോയിന്റ് ഓണേഴ്സ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ഒന്നിൽ കൂടുതൽ അധികാരികൾ ഉണ്ടെങ്കിൽ ആ ജോയിന്റ് ഓണേഴ്സിൽ ഏത് ഇൻഡിവിജ്വലിന് വേണമെങ്കിലും വിൽക്കാം. ഓക്കെ, സോ വൺ ഓഫ് ദി ജോയിന്റ് ഓണർ ഹാസ് പൊസഷൻ ഓഫ് ദി ഗുഡ്സ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ഓണർ സെൽസ് ദി ബോണിഫൈഡ് പർച്ചേസർ. സോ ഇൻ ദാറ്റ് കേസ് ഇവിടെ ഈ പറയുന്ന ഗുഡ്സിന്റെ പൊസഷൻ ഉള്ള ഒരു ജോയിന്റ് ഓണർക്ക് ആ ഗുഡ്സ് വിൽക്കാനുള്ള അധികാരമുണ്ട്. സോ അതിൽ എല്ലാ ഇൻഡിവിജ്വലും സൈൻ ചെയ്യണമെന്നില്ല. മൂന്നാമത്തെ കേസ് സെയിൽ ബൈ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് പ്രകാരം, ഓക്കെ, ഫ്യൂച്ചർ ഡേറ്റിൽ വോയിഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രാക്ട് പ്രകാരം പൊസഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നു. പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട് സെൽ ടു ദി ബോണിഫൈഡ് പർച്ചേസർ. സോ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ വോയിഡ് അല്ല, ഫ്യൂച്ചറിൽ അത് വോയിഡ് ആകാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പർച്ചേസർ ഹാസ് ദി റൈറ്റ് ടു മേക്ക് ദിസ് പ്രോഡക്റ്റ് ഓർ മേക്ക് ദിസ് കോൺട്രാക്ട് വോയിഡ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നഷ്ടവും സംഭവിക്കാനില്ല. എഗ്രിമെന്റ് പ്രകാരം തന്നെ വോയിഡബിൾ കോൺട്രാക്ട് ആയതുകൊണ്ട് ബയ്യർക്ക് പേടിക്കേണ്ട, ഫ്യൂച്ചർ ഡേറ്റിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് വോയിഡ് ആക്കാം. ഇൻ ദാറ്റ് കേസ് സെയിൽ ക്യാൻ ഹാപ്പൻ. ആൻഡ് ഫൈനലി സെയിൽ ബൈ എസ്റ്റോപ്പൽ. The owner lets the buyer believe that the seller has a right to sell the goods. So sale by estoppel concept എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഓണർ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, വീണ്ടും എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിയോട് ഒരിക്കൽ പറയുകയാണ്, എയുടെ ഓണർഷിപ്പിൽ ഇരുന്ന ഒരു കാറാണ്, എയുടെ കാർ. പക്ഷെ ബിയോട് പറയുകയാണ് ഈ കാർ എന്ന് പറയുന്നത് എൻ്റെ അല്ല, എയുടെ അല്ല, ഇത് സിയുടെ ആണ്. ദാറ്റ് മീൻസ് എ ആയിട്ട് ബിയോട് പറഞ്ഞിട്ടുണ്ട്, എ ഓൾറെഡി ബിയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാർ എൻ്റെ അല്ല സിയുടെ ആണ്, പക്ഷെ ആക്ച്വലി എയുടെ ഓണർഷിപ്പ് ആയിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് എ ഓൾറെഡി ബിയെ മിസ്റ്റേക്ക് ചെയ്യിപ്പിച്ചാണ്. എ ഓൾറെഡി ബിയോട് നേരിട്ട് പറഞ്ഞതാണ് ഈ കാറിന്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലല്ല സിയുടെ കയ്യിലാണെന്ന്. സോ ആ വിശ്വാസത്തിലാണ് ബി ഈ കാർ സിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് ownership automatically transfers to C. This is called sale by estoppel. ഇവിടെ ബിക്ക് സഫർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, ബിക്കോസ് ബിയോട് കാര്യങ്ങൾ ഇൻഫോം ചെയ്തിരുന്നത് എ തന്നെയാണ്. Got it? Clear ആണോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ എസ്റ്റോപ്പലിന്റെ കേസും? എസ്റ്റോപ്പലോട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ഇതുവരെയുള്ള ഓണർഷിപ്പ് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും. മറ്റൊരാളുടെ മുമ്പിൽ വന്നിട്ട് ആക്ട് ചെയ്യുകയാണ് ഇതെന്റെ ഓണർഷിപ്പിലുള്ള അല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത് മറ്റൊരു ഇൻഡിവിജ്വലിനെ അത് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ ഓണർഷിപ്പ് ഇല്ല, അതിനകത്ത് മറ്റൊരാളുടെ ഓണർഷിപ്പ് ഉള്ള രീതിയിലേക്ക് മാറും. ഇവിടെ ഈ കേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയുടെ ഓണർഷിപ്പിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ബിയുടെ മുമ്പിൽ വെച്ച് ബിഹേവ് ചെയ്തത് സിയുടെ ഓണർഷിപ്പിലുള്ള ആയിട്ടാണ്. ദാറ്റ് കേസ് സിക്ക് അത് വിൽക്കാനുള്ള റൈറ്റ് കിട്ടും പതുക്കെ. ഓക്കെ, സോ ആ വിശ്വാസത്തിൽ പിന്നീടുള്ള കേസ് നടക്കുന്നത് എയും സിയും തമ്മിലായിരിക്കും. ബി വിൽ നോട്ട് ബി എ പാർട്ടി. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദെൻ സെയിൽ ബൈ പേഴ്സൺ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. സോ പേഴ്സൺ ഹാസ് ദി പൊസഷൻ ഓഫ് ഗുഡ്സ് or documents or title after selling the goods and resell them the sale is valid. അതായത് ഒരു ഇൻഡിവിജ്വലിലേക്ക് ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ സെയിൽസിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് റീസെൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. നോർമൽ കേസിൽ സംഭവിക്കുന്നത് തന്നെ. സെയിൽ ബൈ എ പേഴ്സൺ ബിഫോർ സെയിൽ. ഓക്കെ, സെയിൽ ബൈ എ പേഴ്സൺ ബിഫോർ സെയിൽ, ഇത് ആഫ്റ്റർ സെയിൽ ആണ്. സെല്ല് നടന്നതിന് ശേഷം പൊസഷൻ കിട്ടിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അത് സെല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. ദെൻ സെയിൽ ബൈ എ പേഴ്സൺ ബിഫോർ സെയിൽ മീൻസ് എ പേഴ്സൺ ഹാസ് ദി പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് നോട്ട് ദി ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഇല്ല. ഓക്കെ, ബട്ട് ദിസ് ഗുഡ്സ്, ഈ പറയുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിയുടെ പൊസഷനിലാണ്, അതിന്റെ കയ്യിലാണ്, അതിന്റെ ഓണർഷിപ്പ് ഇല്ല. Sells them to a bona fide purchaser, sale is valid. Let me repeat. ഈ പറയുന്ന പ്രോഡക്റ്റ് ഇരിക്കുന്നത് മിസ്റ്റർ എക്സിന്റെ കയ്യിലാണ്. ഓക്കെ,
മിസ്റ്റർ എക്സിൻ്റെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് മിസ്റ്റർ എക്സിൻ്റെ കയ്യിലല്ല, മറ്റൊരു ഇൻഡിവിജ്വൽ ആയിരുന്നു. എക്സിന് അതിനകത്ത് ഓണർഷിപ്പ് ഇല്ല. പക്ഷേ എക്സ് സെൽസ് ദാറ്റ് പ്രോപ്പർട്ടി ടു മിസ്റ്റർ വൈ. ഇതിൻ്റെ കയ്യിലിരുന്ന പ്രോപ്പർട്ടിയാണ്. കയ്യിലിരുന്ന പ്രോപ്പർട്ടി മിസ്റ്റർ വൈക്ക് വിൽക്കുന്നു. സോ ദാറ്റ് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ടു വൈ. വൈ മേടിച്ചിരിക്കുന്നത് പൂർണ്ണ വിശ്വാസ്യതയോടു കൂടിയാണെങ്കിൽ വൈക്ക് തേർഡ് പാർട്ടിയെ ചതിക്കാൻ, അതായത് ഇവിടെയുള്ള ഈ പാർട്ടിയെ ചതിക്കാൻ യാതൊരു ഇന്റൻഷനും ഇല്ലായിരുന്നു. വൈ ഡയറക്റ്റ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. സോ ഹീസ് എ ബോണിഫൈഡ് പർച്ചേസർ. ഇൻ ദാറ്റ് കേസ് സെയിൽ ഈസ് വാലിഡ്. ഇവിടെ ഇനി വരുന്ന പ്രശ്നങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് മിസ്റ്റർ എക്സും ഈ പറയുന്ന ഓണറും തമ്മിലാണ്. ഓക്കെ. അടുത്ത കണ്ടീഷൻ, സെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. വെൻ ആൻ അൺപെയ്ഡ് സെല്ലർ ആഫ്റ്റർ എക്സസൈസിങ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ആൻഡ് സ്റ്റോപ്പേജ് മേ റീസെൽ ദി ഗുഡ്സ്. സോ അൺപെയ്ഡ് സെല്ലർ മീൻസ് ഈ പ്രോഡക്റ്റ് വിറ്റതിന് ശേഷം പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല, ഒറ്റ പൈസയും കിട്ടാത്ത സെല്ലർ ആണെങ്കിൽ ആ സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാം. റൈറ്റ് ഓഫ് ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി തിരിച്ചു പിടിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അവകാശം സ്ഥാപിക്കാം. ഇൻ ദാറ്റ് കേസ് അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിച്ചെടുത്തതിന് ശേഷം റീസെൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ദിസ് ഇസ് കോൾഡ് റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ഓർ ലീൻ ഓഫ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാം. സോ അദ്ദേഹത്തിന് റീസെൽ ചെയ്യാനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട്. അടുത്തതായി സെയിൽ അണ്ടർ അതർ ആക്ട് ലൈക്ക് പോണി ആൻഡ് പ്ലെഡ്ജി, അതേപോലെ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, സെയിൽ ബൈ ഒഫീഷ്യൽ അസൈനി ഓർ ലിക്വിഡേറ്റർ. ഇവിടെയെല്ലാം ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത്, ഈ പറയുന്ന എല്ലാ കേസിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് ഈ പറയുന്ന സെല്ലർ ആയിരിക്കാം. പക്ഷേ ഈ പ്രോഡക്റ്റ് മേടിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ ബോണിഫൈഡ് പർച്ചേസർ ആണെങ്കിൽ, അദ്ദേഹം പൂർണ്ണ വിശ്വാസ്യതയോടുകൂടി ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ളതാണെങ്കിൽ സെയിൽ വിൽ ബി വാലിഡ്. സെയിൽ വോയിഡ് ആവില്ല. ഓക്കെ. പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓണറും ഈ ഇന്റർമീഡിയറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഓണറും സെല്ലറും തമ്മിലായിരിക്കും പ്രശ്നങ്ങൾ നടക്കുക. സോ സെയിൽ വിൽ ബി വാലിഡ്. ഇത്രയും കണ്ടീഷൻസ് ആണ് ഓർക്കേണ്ടത്. സോ ഡിഡ് യു ഗോട്ട് വാട്ട് ഈസ് നാമോ ദാറ്റ് കോഡ് നോൺ ഹാബിറ്റ്? മനസ്സിലായോ? അതോടൊപ്പം തന്നെ സെയിലിന്റെ ഡിഫറെന്റ് ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പല രീതിയിലുള്ള സെയിൽ, അതിന്റെ വാലിഡിറ്റി ഒക്കെ നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. റൂൾസ് ഓഫ് ഡെലിവറി. ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ബേസിക് റൂൾസ് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഡെലിവറി ഓഫ് ഗുഡ്സ് ഈസ് മെയ്ഡ് ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് പാർട്ടീസ് എഗ്രീസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ഡെലിവറി. രണ്ടുപേരും പറയുന്നുണ്ട്, രണ്ടുപേരും എഗ്രി ചെയ്യുന്ന ഒരു ആക്ട്, അത് എന്ത് വേണമെങ്കിലും ആകാം. ഒരു കീ എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴി ഡെലിവറി ആകാം. അല്ലെങ്കിൽ ഈ ഗുഡ്സ് ഡെലിവറി ആകണമെങ്കിൽ എൻ്റെ പ്ലേസിൽ കൊണ്ടുവന്ന് തരണം എന്ന് പറയുകയാണെങ്കിൽ ആ പ്ലേസിൽ കൊണ്ടുവന്ന് തരുന്നതോടുകൂടി ഡെലിവറി ആവുന്നു. അതുമല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിലിൽ വെച്ച് ആ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെയും അത് ഡെലിവറി ഹാപ്പൻ ചെയ്യും. സോ ഇറ്റ് മേ ബി എനിത്തിങ്, ഡൂയിങ് എനിത്തിങ് വിച്ച് പാർട്ടീസ് എഗ്രി ഷാൽ ബി ട്രീറ്റഡ് ആസ് ഡെലിവറി. രണ്ട് പാർട്ടിയും എഗ്രി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ട്, ആ ആക്ടിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് പാർട്സ് ഷാൽ ബി ഡീംഡ് ടു ഡെലിവറി ഓഫ് ഓൾ ഓഫ് ദി ഗുഡ്സ്. ഏതെങ്കിലും ഒരു പാർട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ ഗുഡ്സും ഡെലിവറി ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ. ഡെലിവറി ഓഫ് എനി പാർട്ട് which is deemed to be a delivery of the all product. Then duty of the buyer to apply for delivery. So it is the duty of the buyer, not the seller. Product sell ചെയ്തിട്ടുണ്ടെങ്കിൽ ബയറുടെ ഡ്യൂട്ടിയാണ് ഡെലിവറി ചോദിക്കാൻ വേണ്ടി. ഈ പ്രോഡക്റ്റ് തരൂ എന്ന് പറയേണ്ടത് ബയറുടെ ഉത്തരവാദിത്തമാണ്, സെല്ലറുടെ ഉത്തരവാദിത്തമല്ല. ആൻഡ് if there is no contract, no specific contract, goods must be delivered at the place at which they were at the time of sale, or in case of sale and at the place where at the time of agreement to sell, in case of agreement to sell. So first case എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള സെയിൽസ് എന്ന് നമ്മൾ പറഞ്ഞു. കോൺട്രാക്ട് ഫോർ സെയിൽ രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സെയിൽ ആണെങ്കിൽ എവിടെ വെച്ചിട്ടാണോ അവർ എഗ്രി ചെയ്യുന്നത്, പേയ്മെന്റ് എവിടെ വെച്ചിട്ടാണോ നടത്തിയത് അവിടെ വെച്ച് ഡെലിവറി ചെയ്യുക. ഇനി ഇഫ് ദർ ഇസ് നോ കോൺട്രാക്ട്, കേട്ടോ, കോൺട്രാക്ട് ഇല്ലെങ്കിൽ, അടുത്തതായിട്ട് കോൺട്രാക്ട് ഓഫ് സെയിൽ ആണെങ്കിൽ ഈ കേസിൽ എവിടെ വെച്ചാണോ കോൺട്രാക്ട് ഓഫ് സെയിൽ എഴുതിയത് അവിടെ വെച്ച് ഡെലിവറി ചെയ്യുക. അൺലെസ് ദർ ഇസ് സ്പെസിഫൈഡ്, അവർ ഈ രണ്ട് കേസിലും ഡെലിവറി നടത്തേണ്ടത് ഇന്ന സ്ഥലത്ത് വെച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് തന്നെയായിരിക്കണം ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ.
Then delivery must be made within a reasonable time. എല്ലാ കേസിലും ഈ റീസണബിൾ ടൈം ഡോക്ട്രീൻ വരും. റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഇൻ കേസ് ഒരു ടൈം ലിമിറ്റ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റീസണബിൾ ടൈമിനുള്ളിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. Then if goods in possession of a third party, delivery will take place only when the third party acknowledges that he is holding the goods on behalf of the buyer. So മൂന്നാമതൊരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ് ഈ ഗുഡ്സ്, പേരിലല്ല പൊസഷനിലാണ് ഈ ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ, ഓക്കെ, മൂന്നാമതൊരു ഇൻഡിവിജ്വലിന്റെ പൊസഷനിലാണ് ഈ ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ ആ പൊസഷനിലുള്ള ഗുഡ്സ് ആ ഇൻഡിവിജ്വൽ എപ്പോഴാണോ ലെറ്റർ ഇൻ റൈറ്റിംഗ് പറയുന്നത് ഞാൻ ഈ ഗുഡ്സ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ബയ്യർക്ക് വേണ്ടിയാണ് എന്നെപ്പോഴാണോ എഴുതി തരുന്നത് ആ പോയിന്റ് തൊട്ട് മാത്രമേ ഡെലിവറി ഹാപ്പൻ ചെയ്യൂ. ലെറ്റ് മീ റിപ്പീറ്റ്. ഈ പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കുന്ന ടൈമിൽ സെല്ലറുടെ കയ്യിലല്ല പ്രൊഡക്റ്റ് ഇരിക്കുന്നത്, അതിന്റെ പൊസഷൻ മൂന്നാമതൊരു ഇൻഡിവിജ്വലിന്റെ കയ്യിലാണെങ്കിൽ ആ പൊസഷനിലുള്ള ഇൻഡിവിജ്വൽ എപ്പോഴാണോ ലെറ്റർ ഇൻ റൈറ്റിംഗിൽ ഒരു ലെറ്റർ എഴുതി, അതായത് ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത് ബയ്യർക്ക് വേണ്ടിയാണ് സെല്ലർക്ക് വേണ്ടി അല്ല എന്ന് എപ്പോഴാണോ ലെറ്റർ എഴുതി കൊടുക്കുന്നത് ആ പോയിന്റ് തൊട്ടാണ് ഡെലിവറി ഹാപ്പൻ ചെയ്യുന്നത്. അടുത്തതായി ഡിമാൻഡ് ഓർ ടെൻഡർ ഫോർ ഡെലിവറി ഷാൽ ബി മെയ്ഡ് അറ്റ് എ റീസണബിൾ അവർ. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഡെലിവറി ഡിമാൻഡ് ചെയ്യുന്നതും അതേപോലെ ഡെലിവറിക്ക് എഗ്രി ചെയ്യുന്നു എന്ന് പറയുന്നതും റീസണബിൾ അവറിലായിരിക്കണം. ദാറ്റ് ഇസ് നോർമലി ഒഫീഷ്യൽ ടൈമിലായിരിക്കണം, റീസണബിൾ അവറിലായിരിക്കണം. അല്ലാതെ രാത്രി 12 മണിക്കൊന്നും ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല. ടൈം പീരീഡ് എന്ന് പറയുന്നതും ജെനുവിൻ ആയിരിക്കണം. ഓക്കെ, ടെൻഡർ മീൻസ് ഇറ്റ് ഈസ് ഓൺ ദി പാർട്ട് ഓഫ് സെല്ലർ. സെല്ലർ ഈ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ തയ്യാറാണ്, ഞാനിപ്പോൾ ഡെലിവറി ചെയ്യാം എന്ന് പറയുന്നത് ഒരു ഓഫർ ടൈപ്പാണ്. ഓക്കെ, അതിനാണ് ടെൻഡർ എന്ന് പറയുന്നത്. ടെൻഡർ ഫോർ ഡെലിവറി, ആ ടെൻഡർ ഫോർ ഡെലിവറി ആയാലും ഡിമാൻഡ് ഫോർ ഡെലിവറി ആയാലും ബോത്ത് ഓഫ് ദം മസ്റ്റ് ബി അറ്റ് എ റീസണബിൾ അവർ, മീൻസ് നോർമലി ഡ്യൂറിങ് ദി ഒഫീഷ്യൽ അവേഴ്സ്. അടുത്തതായി ദി എക്സ്പെൻസസ് ഓഫ് പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ ടു ഡെലിവറബിൾ സ്റ്റേറ്റ് മസ്റ്റ് ബി ബോൺ ബൈ ദി സെല്ലർ. സോ ഈ ഗുഡ്സിനെ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന എല്ലാ എക്സ്പെൻസും, ഡെലിവറി ചെയ്യുന്നതിന്റെ കാര്യമല്ല പറഞ്ഞത്, ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസും ബേൺ ചെയ്യേണ്ടത് സെല്ലറാണ്. ആൻഡ് ഇഫ് ദി സെല്ലർ ഡെലിവേഴ്സ് ഗുഡ്സ് ലെസ് ദാൻ കോൺട്രാക്റ്റഡ് ഫോർ ദി ബയർ ഹി മേ റിജക്റ്റ് ഇറ്റ് ഓർ അക്സെപ്റ്റ്. ഇഫ് അക്സെപ്റ്റ് he will pay for the lesser quantity. So ഡെലിവർ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തത് 1000 യൂണിറ്റ്സ് ആണ്, പക്ഷേ ഡെലിവർ ചെയ്തത് 800 യൂണിറ്റ്സേ ഉള്ളൂ. 200 യൂണിറ്റ്സ് കുറവാണെങ്കിൽ ബയർ ഹാസ് 2 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ ബയർക്ക് ആ പറയുന്ന എൻറ്റയർ ലോട്ടും വേണ്ട എന്ന് വയ്ക്കാം. ലെറ്റ് മീ റിപ്പീറ്റ്. ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്ന ഓർഡർ 1000 യൂണിറ്റ്സിനാണെന്ന് വിചാരിക്കുക. ആൻഡ് ഡെലിവറിക്ക് വന്നിട്ടുള്ളത് 800 യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് മാത്രമാണ്. ഇൻ ദാറ്റ് കേസ് ബയ്യർക്ക് 2 ഓപ്ഷൻസ് കിട്ടുവാണ്. ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റയർ ലോട്ടും അദ്ദേഹത്തിന് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, റിജക്റ്റ് ചെയ്താലും പ്രശ്നമില്ല, ബിക്കോസ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞത് എക്സാക്റ്റ് ഒരു നമ്പറാണ്. ആ നമ്പർ താഴെയാണ് വരുന്നതെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ബയ്യർക്കുണ്ട്. അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതുവരെ എത്ര യൂണിറ്റ് ആണോ കൊടുക്കുന്നത് അതിനുള്ള പേയ്മെന്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ഇഫ് ദി സെല്ലർ ഡെലിവേഴ്സ് ദി ഗുഡ്സ് more than contracted by the buyer, he may reject or accept the all or accept the relevant and reject the rest. Okay, so ഇദ്ദേഹത്തിന് ഇൻ കേസ് എക്സ്ട്രാ കൊണ്ടുവരുവാണെങ്കിൽ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരുവാണെങ്കിൽ മൊത്തമായിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ എക്സ്ട്രാ ഉള്ള പോർഷൻ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ അഡീഷണൽ യൂണിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അഡീഷണൽ യൂണിറ്റ്സ് കൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരവും ബയ്യർക്കുണ്ട്. So if he accept the all, he shall for the total goods at the contract rate. He shall pay for the total goods. അതായത് മൊത്തം ഇപ്പോൾ 1400 യൂണിറ്റ്സ് ആണ് കൊണ്ടുവന്നത്, 1000 ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 1400 യൂണിറ്റ്സിനുള്ള എമൗണ്ട് പേ ചെയ്യേണ്ടി വരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. He has the option to reject the entire lot as well, ബിക്കോസ് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഡെലിവറി വന്നിരിക്കുന്നത്. സോ മൊത്തം ലോട്ട് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട്. Next feature, delivery may bethapette. If the seller delivers goods mixed with the goods of different description, buyer may accept the goods which are in accordance and reject the rest or reject the whole. ഇനി അടുത്ത കേസിലും അത് തന്നെ പറയുന്നത്. ഇൻ കേസ് ബയർ സെല്ലർ ഈ പറയുന്ന പ്രോഡക്റ്റ് വിറ്റിട്ടുള്ളത് മിക്സഡ് ആയിട്ടാണ്,
ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റവും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള വേറെ കുറച്ച് ഐറ്റവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ബയ്യർക്ക് എൻറ്റയർ ലോട്ട് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ പ്രകാരം അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യാം. ഇതിനൊക്കെയുള്ള റൈറ്റ് ബയ്യർക്ക് കിട്ടും. അടുത്തായി ബയ്യർ ഈസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡെലിവറി അൺലെസ് അതർവൈസ് എഗ്രീഡ്. ബയ്യറോട് 1000 യൂണിറ്റ്സ് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ 1000 യൂണിറ്റ്സ് ഡെലിവറി ചെയ്യണം. ഇനി 1000 യൂണിറ്റ്സ് ഡെലിവറി ചെയ്യുന്ന പല ടൈമിലായിട്ടാണ്, 200 എണ്ണം വീതമാണെങ്കിൽ അതിനാണ് ഇൻസ്റ്റാൾമെന്റ് ഡെലിവറി എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾമെന്റ് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ബയ്യർക്കില്ല, അൺലെസ് അതർവൈസ് എഗ്രീഡ്. ദാറ്റ് മീൻസ് നേരത്തെ തന്നെ 200 യൂണിറ്റ്സ് വീതം തന്നാൽ മതി എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അതർവൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ബയ്യർക്കില്ല. നെക്സ്റ്റ്, ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദി കാരിയർ ഈസ് ഡീംഡ് ടു ബി ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ടു ദി ബയ്യർ. ബയ്യർക്ക് വേണ്ടി ആരാണോ ഈ പ്രൊഡക്റ്റ് ക്യാരി ചെയ്യുന്നത് ആ കാരിയർക്ക് കൊടുക്കുന്ന ടൈമിൽ ഇതിനെ ഡെലിവറി ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഡിറ്റീറിയേഷൻ ഓഫ് ഗുഡ്സ് which are incidental to the course of transit and goods were sent to distant places shall be borne by the buyer even if seller agrees to bear it. അതായത് ഇപ്പോൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർ ആ ഒരു ഇന്റർമീഡിയറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ തന്നെ ഡെലിവറി എന്ന് പറയുന്ന പർപ്പസ് കഴിഞ്ഞു. ഓക്കെ, വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല ഡെലിവറി. ഇവിടെ നിന്നും ഒരു തേർഡ് പാർട്ടി വഴിയാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണോ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കാരിയറാണ്, ആ കാരിയറിലേക്ക് എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ ട്രാൻസ്ഫർ ചെയ്ത പോയിന്റ് തൊട്ട് സെല്ലറുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഓക്കെ, ഇനി ആ പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ് ബയ്യറിൽ എത്തുന്നത് വരെയുള്ള എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ബോൺ ബൈ ദി ബയ്യർ ഹിംസെൽഫ്, നോട്ട് ദി സെല്ലർ. സെല്ലർക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല, അവിടെ സ്യൂ ചെയ്യാവുന്നത് കാരിയറിനെയാണ്. ഓക്കെ, സെല്ലറെ അല്ല, ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ക്യാരി ചെയ്ത ഇൻഡിവിജ്വലിനെതിരെയാണ് ബയ്യർക്ക് കേസ് കൊടുക്കാവുന്നത്. ലാസ്റ്റ്, ഇഫ് ദി ഗുഡ്സ് ആർ നോട്ട് പ്രീവിയസ്ലി എക്സാമിൻഡ് ബൈ ദി ബയ്യർ ഹി ഷാൽ ഹാവ് ദി റൈറ്റ് ടു എക്സാമിൻ ദം ബിഫോർ അക്സെപ്റ്റിംഗ് ദി ഡെലിവറി. ഡെലിവറി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗുഡ്സ് നേരത്തെ ബയ്യർ എക്സാമിൻ ചെയ്യാത്ത ഗുഡ്സ് ആണെങ്കിൽ ഹി ഹാവ് ദി റൈറ്റ് ടു എക്സാമിൻ ഇറ്റ്. എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇത്രയും കണ്ടീഷൻസ് ആണ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Is there any doubt? Okay, moving on. Rights of unpaid seller. Unpaid seller rights നോക്കുകയാണെങ്കിൽ റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സും വരും, റൈറ്റ് അഗെയിൻസ്റ്റ് സെല്ലറും ബയ്യറും വരും. ബിക്കോസ് അദ്ദേഹത്തിന് ഗുഡ്സ് കിട്ടിയിട്ടില്ല, ഐ മീൻ ഗുഡ്സ് വിറ്റു, പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. സോ ഗുഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ റൈറ്റ്സ്, ഗുഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ്, ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് ലീൻ. ഇഫ് ആഫ്റ്റർ സെല്ലിംഗ് ദി ഗുഡ്സ് the seller has the possession and became unpaid, can retain the goods with himself. So right of lien എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ലീൻ ഉണ്ട്. ഒന്നാമത്തെ കേസ് സെയിൽസ് കണ്ടക്ട് ചെയ്തു, സെല്ലിംഗ് നടന്നതിന് ശേഷം പേയ്മെന്റ് നടന്നിട്ടില്ല. സോ ഇവിടെ സംഭവിക്കുന്നത് സെല്ലിംഗ് നടന്നതിന് ശേഷം ഈ ഗുഡ്സ് ബയ്യറിലേക്ക് പോയിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഹി ക്യാൻ റീറ്റെയിൻ ഇറ്റ്, ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ if after selling the goods seller has the possession, സെല്ലറുടെ കയ്യിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്, സെയിൽസ് നടന്നു, ആൻഡ് becomes unpaid, ഈ പറയുന്ന പ്രൊഡക്റ്റ് അയാൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല, സെല്ലറുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്, അതിനുശേഷം അൺപെയ്ഡ് ആവുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ഗുഡ്സ് അദ്ദേഹത്തിന് സ്വന്തം കയ്യിൽ തന്നെ വയ്ക്കാം. ലീൻ കംസ് ടു ആൻ എൻഡ് ഇൻ കേസ് ഓഫ് ലീൻ എൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗുഡ്സ് സെൻഡ് ടു കാരിയർ, ഒരു ഇന്റർമീഡിയറി വഴി സെൻഡ് ചെയ്യുവാണെങ്കിൽ ലീൻ എൻഡ് ചെയ്യുന്നു. ബയ്യർ ടെൻഡേഴ്സ് ദി പേയ്മെന്റ്, ബയ്യർ ഈ പേയ്മെന്റ് തരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം പേ ചെയ്യാൻ റെഡി ആയിരുന്നു, പക്ഷെ നമ്മളായിട്ടാണ് പോയി മേടിക്കാറുന്നത്. ആ ടൈമോടുകൂടി ലീൻ നഷ്ടപ്പെടും. മൂന്നാമതായിട്ട് ബയ്യർ ഓർ ഏജന്റ് ലോഫുള്ളി അക്വയർസ് ദി ഗുഡ്സ്, ഈ പറയുന്ന ഏജന്റോ ബയ്യറോ നിയമപരമായിട്ട് ഗുഡ്സിനെ അവരുടെ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ദെൻ എസ്റ്റോപ്പൽ ഓർ വീവർ, എസ്റ്റോപ്പൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ റൈറ്റ് നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന സിറ്റുവേഷൻസ് ആണ് എസ്റ്റോപ്പലും വീവറും വരുന്നത്. ഈ സാഹചര്യങ്ങളിലൊക്കെ ലീൻ സെല്ലർക്ക് നഷ്ടമാകും. അതർവൈസ് സെല്ലർ ഹാസ് ദി റൈറ്റ് ടു പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. നെക്സ്റ്റ്, റൈറ്റ് ടു സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്.
ഈ പറയുന്ന ഗുഡ്സ് ട്രാൻസിറ്റിലാണ്, ബയറിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെല്ലർ ഹാസ് ഡിസ്പാച്ച്ഡ് ദി ഗുഡ്സ് ടു ദി കാരിയർ ആൻഡ് ബിക്കംസ് അൺപെയ്ഡ് ഡ്യൂ ടു ദി ബയേഴ്സ് ഇൻസോൾവൻസി. ഈ ഒരു കേസിൽ മാത്രമേ സാധിക്കൂ. ബയർ ഇൻസോൾവെന്റ് ആയി, അതുകൊണ്ട് സെല്ലറുടെ ഗുഡ്സ് അയാളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം പീരീഡിലാണ് ബയർ ഇൻസോൾവെന്റ് ആയെങ്കിൽ ക്യാൻ സ്റ്റോപ്പ് ദി ഗുഡ്സ് ഫ്രം ബീങ് ഡെലിവേർഡ്. റൈറ്റ് കംസ് ടു ആൻ എൻഡ് വെൻ ദി ഗുഡ്സ് റീച്ച് ദി ബയർ. ഈ ബയറിൽ ഈ ഗുഡ്സ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സെല്ലർക്ക് യാതൊരു അവകാശവുമില്ല. ഓക്കെ, ബിക്കോസ് ഇൻസോൾവെന്റ് ആയെന്ന് പ്രഖ്യാപിക്കുന്നത് കോടതിയാണ്. കോടതി ഇൻസോൾവൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അസറ്റ് ഉള്ളത് ആ അസറ്റിന്റെ ഒരു ഷെയർ മാത്രമായിരിക്കും സെല്ലർക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗുഡ്സ് ട്രാൻസിറ്റിലാണെങ്കിൽ എൻഡ് പോയിന്റിൽ ബയ്യറുടെ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തടയാനുള്ള അധികാരം സെല്ലർക്കുണ്ട്. ലാസ്റ്റ്, റൈറ്റ് ടു സെൽ, റൈറ്റ് ടു റീസെൽ may resell after giving a notice to the buyer and wait for a reasonable period of time. ബയ്യർ സെല്ലർക്ക്, അൺപെയ്ഡ് സെല്ലർക്ക് ഈ പ്രോഡക്റ്റ് റീസെൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. റീസെൽ ചെയ്യണമെങ്കിൽ there are two conditions. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോട്ടീസ്, ഇത് റീസെയിൽ ചെയ്യാൻ പോവുകയാണെന്നുള്ള നോട്ടീസ് ബയ്യർക്ക് കൊടുക്കണം. രണ്ടാമതായിട്ട് ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഒരു നിശ്ചിത ടൈം പീരീഡ്, ഒരു കൃത്യമായുള്ള ടൈം പീരീഡ് വെയിറ്റ് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലർക്ക് റീസെൽ ചെയ്യാനുള്ള അധികാരം കിട്ടും. ഓക്കെ, ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് ബയ്യർ. ഇത് ഗുഡ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബയ്യറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റൈറ്റ്സ് ആണ് അൺപെയ്ഡ് സെല്ലറിനുള്ളത്? ഒന്നാമതായിട്ട് റൈറ്റ് സ്യൂ ദി പ്രൈസ്, പ്രൈസ് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാം. അതേപോലെ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് സ്യൂ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് സ്യൂ ചെയ്യാം. ദെൻ റൈറ്റ് ടു സ്യൂ ഫോർ ഡാമേജസ്, ഈ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ എനിക്കുണ്ടായ ഡാമേജസ് വീട്ടണം എന്നും പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ദെൻ റൈറ്റ് ടു സ്യൂ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഈ 4 വേയിലും ബയ്യറെ സ്യൂ ചെയ്യാനുള്ള അധികാരം സെല്ലർക്കുണ്ട്. സോ ഇത്രയുമാണ് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. പറഞ്ഞു, റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് ഒന്ന് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് ആകാം, അതേപോലെ ബയ്യറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് ആകാം. ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഓഫ് ലീൻ വരുന്നുണ്ട്. അവിടെ വരുന്നത് ഗുഡ്സ് പൊസഷനിലാണെങ്കിൽ മാത്രമാണ് ലീൻ ഉപയോഗിക്കാൻ സാധിക്കുക. സെല്ലറുടെ പൊസിഷനിലുള്ള ഗുഡ്സിന് മാത്രമേ നോർമലി ലീൻ ഉപയോഗിക്കാൻ സാധിക്കൂ. സോ രണ്ടാമതായിട്ട് ട്രാൻസിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം, അതേപോലെ റീസെൽ ചെയ്യാനുള്ള അധികാരം. ഇനി ബയ്യറുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്യൂ ഫോർ പ്രൈസ്, സ്യൂ ഫോർ ഇൻട്രസ്റ്റ്, സ്യൂ ഫോർ ഡാമേജസ് ആൻഡ് സ്യൂ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇത്രയും റൈറ്റ്സ് ആണ് ബയ്യറുമായി ബന്ധപ്പെട്ട് വരുന്നത്. എനി ഡൗട്ട്സ്? ഓക്കെ, ദെൻ അൺപെയ്ഡ് സെല്ലറിന്റെ കേസ് പറഞ്ഞു. ഇനിയുള്ളത് റൈറ്റ്സ് ഓഫ് ബയ്യർ. ബയ്യറുടെ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഹി ക്യാൻ കോൾ ഫോർ ഡാമേജസ്. ഡെലിവറി നടന്നിട്ടില്ലെങ്കിൽ ഹി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ്. ഡെലിവറി കിട്ടാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഡാമേജസ് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ അത് സംഭവിക്കുന്നത് നോർമലി സെല്ലർ റോങ്ഫുള്ളി റെഫ്യൂസസ് ഓർ നെഗ്ലക്ട്സ് ടു ഡെലിവർ. മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം റെഫ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്യുകയാണ്. ഈ രണ്ട് സിറ്റുവേഷൻസിലും ഡാമേജ് ചോദിക്കാനുള്ള അധികാരം ബയ്യർക്കുണ്ട്. അടുത്തതായി സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഇൻ കേസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെലിവറി ചെയ്യൂ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ഡാമേജ് അല്ല ആവശ്യമുള്ളത്, നമുക്ക് വേണ്ടത് പെർഫോമൻസ് ആണ്. അങ്ങനെ പെർഫോം ചെയ്യുന്നത്, അതായത് ഡെലിവറി തരാൻ വേണ്ടി പറയാനുള്ള അധികാരവും ബയ്യർക്കുണ്ട്. അടുത്തതായി സ്യൂ ഫോർ ഡാമേജസ് വെൻ ദർ ഈസ് എ ബ്രീച്ച് ഓഫ് വാറന്റി. നമുക്ക് തന്നിരിക്കുന്ന ബേസിക് വാറന്റീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അതിൽ ഏതെങ്കിലും ഒരു വാറന്റി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് വാറന്റി, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ബ്രീച്ച് ചെയ്തത് നമ്മൾ ബ്രീച്ച് ഓഫ് വാറന്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ സാഹചര്യങ്ങളിലും ഡാമേജസ് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ സ്യൂ ഫോർ പ്രൈസ് വെൻ ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. എന്തെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ പ്രൈസ് തിരിച്ചു തരാൻ പറഞ്ഞ് സ്യൂ ചെയ്യാം. അതേപോലെ മണി പെയ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ദി കോൺട്രാക്ട് ഈസ് നോട്ട് പെർഫോംഡ് വെൻ ദെൻ എ റീഫണ്ട് ഓഫ് അഡ്വാൻസ് മണി. നമ്മൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്, കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ റീഫണ്ട് തരാൻ പറഞ്ഞുകൊണ്ട് സ്യൂ ചെയ്യാം. ഇവിടെയൊക്കെയാണ് റൈറ്റ്സ് ഓഫ് ബയ്യർ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ സെയിൽ. ലാസ്റ്റ് വൺ, ഓപ്ഷൻ സെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓപ്ഷൻ സെയിൽ നമ്മൾ ലേലം വിളി എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ എത്രയാന്ന് പറയാം. സോ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫർ തരാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. സെയിൽ ഈസ് കംപ്ലീറ്റ് ഓൺ ദി ഫോൾ ഓഫ് ദി ഹാമർ.
സാധാരണ പഴയ സിസ്റ്റമാണ്. ഒരു ചുറ്റിക എടുത്ത് അടിച്ചതിന് ശേഷം ആ ഹാമർ അടിക്കുന്ന പോയിന്റിൽ സെയിൽ കംപ്ലീറ്റ് ആവും. അതുവരെയാണ് ലേലം വിളിക്കാനുള്ള അധികാരം. ദെൻ ബിഡിങ് ആയിരിക്കും നോർമലി വരുന്നത്. ആർക്ക് വേണമെങ്കിലും ബിഡ് ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് ബിഡർ ആരാണോ അവർക്കാണ് നോർമലി ഡയറക്റ്റ് ഓപ്ഷൻ വഴി വരുന്നത്. റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും കുറച്ച് ബിഡ് ചെയ്യുന്ന ആളിലേക്കായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുക. ചിട്ടിയൊരു പോലെ റിവേഴ്സ് ഓപ്ഷൻ ആയിരിക്കും വരിക. ഏറ്റവും കുറച്ച് ആരാണോ വിളിക്കുന്നത് അവർക്കായിരിക്കും റൈറ്റ് കിട്ടുക. ദെൻ നോർമൽ ഓപ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ആരാണോ വിളിക്കുന്നത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതെല്ലാം ഓപ്ഷൻ സെയിലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് പാർട്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് ഈസ് റിലേറ്റിംഗ് ടു നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ദാറ്റ് വാസ് പാസ്ഡ് ഇൻ 1881. നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 3 ടൈപ്പിലുള്ള നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പോപ്പുലറായിട്ട്. ഒന്നാമത് പ്രോമിസറി നോട്ട്സ് ആർ ദേർ, ദെൻ there are something called bill of exchanges, and finally checks. ഈ 3 ബേസിക് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി എന്താണ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്? നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡോക്യുമെന്റ് ഓഫ് certain type used in commercial transactions and monetary dealings. They are called negotiable instruments. ഒരു specific type ആണ്. അതായത് negotiable means it can be transferred by delivery, and instrument means a written document by which a right is created in favor of some person. Okay, രണ്ട് ടേമുകളും എടുക്കാം. നെഗോഷിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അവകാശം ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു റൈറ്റ്. സോ ഇറ്റ് മീൻസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ബൈ വിച്ച് എ റൈറ്റ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് വൺ പേഴ്സൺ. ഒരു പേഴ്സണ് വേണ്ടി ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. ആൻഡ് ദിസ് ഡോക്യുമെന്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ പേഴ്സൺ. അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സിനെയാണ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ദിസ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് മീൻസ് എ ഡോക്യുമെന്റ് ട്രാൻസ്ഫറബിൾ ബൈ ഡെലിവറി. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്. സോ നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ആക്ട് പ്രകാരം a negotiable instrument means a promissory note, bill of exchange or cheque payable either to the order or to the bearer. So ആക്ട് പ്രകാരം ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇതൊന്നെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, അതും അല്ലെങ്കിൽ ഒരു ചെക്കാണ്. വിച്ച് ഈസ് പേയബിൾ എയ്തർ ടു ദി ഓർഡർ. ആർക്കാണോ ആ ചെക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ആ ഇൻഡിവിജ്വലിന് പേ ചെയ്യുന്നു, അല്ലെങ്കിൽ ടു ദി ബെയറർ, ആരാണോ ഈ ഡോക്യുമെന്റുമായി വരുന്നത് അവർക്ക് പേ ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ആസ് പെർ 1881 ആക്ട്. So let's see first one. First one is promissory note. Pro note or hand note എന്നൊക്കെ പറയും. Promissory note കൊണ്ട് ഉദ്ദേശിക്കുന്നത് a promissory note is an instrument in writing, not being a bank note or currency note. ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ അല്ല, ഇതൊരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, ഒരു സ്പെസിഫിക് കണ്ടീഷനും ഇല്ലാത്ത, അതായത് നോട്ട് ബേസ്ഡ് ഓൺ സംതിങ്, ഒരു ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പേ ചെയ്യൂ എന്ന് പറയുന്നതല്ല, ഒരു കണ്ടീഷനും പറയാത്ത ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ്, അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. സൈൻഡ് ബൈ ദി മേക്കർ ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദി ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദി ബെയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. അതായത് ഈ എഗ്രിമെന്റ് പ്രകാരം ഒരു റൈറ്റഡ് സ്ലിപ്പാണ്, അത്രയും ഓർക്കുക, ഒരു റൈറ്റഡ് നോട്ടാണ്. ഈ നോട്ട് പ്രകാരം ഈ ഇൻസ്ട്രുമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. അതായത് he is agreeing to pay some money to the person, ഒരു ഇൻഡിവിജ്വൽ, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്, ഓർ ടു ദി ബെയറർ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്, ഈ ഇൻസ്ട്രുമെന്റുമായി വരുന്ന ഇൻഡിവിജ്വലിന് ഒരു എമൗണ്ട് പേ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു അൺകണ്ടീഷണൽ ഓർഡറാണ് പ്രോമിസറി നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദി പേഴ്സൺ ഹു മേക്സ് ദി പ്രോമിസ് ടു പേ ഈസ് കോൾഡ് മേക്കർ. ആരാണോ ഈ പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രോമിസ് കൊടുക്കുന്നത്, ഞാൻ പേ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആണ് മേക്കർ. ആൻഡ് ഹി ഈസ് ദി ഡെറ്റർ ആൻഡ് മസ്റ്റ് സൈൻ ദി ഇൻസ്ട്രുമെന്റ്. ഡെറ്റർ ആണ്, അദ്ദേഹമാണ് കാശ് കൊടുക്കാനുള്ളത്, അതുകൊണ്ട് അദ്ദേഹമായിരിക്കും ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്യുന്നത്.
The person who will get the money is called creditor. That is a payee. Payee എന്നാണ് അറിയപ്പെടുന്നത് creditor. Okay. So maker and payee. Essential elements of a promissory note. Promissory note in the elements നോക്കുകയാണെങ്കിൽ first thing is that it must be in writing. It must be signed by the maker. So writing ആയിരിക്കണം. ആരാണോ ഇതിനകത്തെ മേക്കർ അദ്ദേഹം സൈൻ ചെയ്യണം, മീൻസ് ഡെറ്റർ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് it must contain a promise to pay. പേ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു പ്രോമിസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ്. കൃത്യമായിട്ട് പേ ചെയ്തു കൊള്ളാം, എഗ്രീയിങ് ടു പേ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പ്രോമിസ് ടു പേ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അതൊരു ഇംപ്ലൈഡ് ഡോക്യുമെന്റ് ആകാൻ പാടില്ല. മീൻസ് ഈ പറയുന്ന ഡോക്യുമെന്റിൽ നിന്ന് അത് വായിച്ചെടുക്കണം എന്നുള്ള രീതിയിലല്ല, കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവണം, ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവണം, ഐ ആം എഗ്രീയിങ് ടു പേ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I promise to pay Mr. Pay B rupees 300 on D's death provided D leaves me enough to pay the same. അതൊരു കണ്ടീഷണൽ ഓർഡർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ ഐ പ്രോമിസ് ടു പേ ബി റുപ്പീസ് 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടീഷൻ ഒന്നുമില്ല. പക്ഷേ വെൻ അതിനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഡിയുടെ ഡെത്തിന്റെ ടൈമിൽ ഡി എനിക്ക് കുറച്ച് പൈസ തരുവാണെങ്കിൽ അന്ന് ഞാൻ പേ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടീഷണൽ ഓർഡർ ആണ്. കണ്ടീഷണൽ ഓർഡർ ഒരിക്കലും ഒരു കേസിലും അതൊരു പ്രോമിസറി നോട്ട് ആവില്ല. ഓക്കെ, പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ. So essential elements, first thing is that maker must be certain and definite. ആരാണോ എഴുതിയിരിക്കുന്നത് ഡെറ്ററുടെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം, ഡെറ്റർ ഡെഫിനിറ്റ് ആയിരിക്കണം. രണ്ടാമതായിട്ട് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഉള്ള ഡോക്യുമെന്റ് എന്നുള്ള രീതിയിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു മുദ്രപത്രത്തിൽ അതിനകത്ത് അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ സ്റ്റാമ്പ് ചെയ്യേണ്ടത്. ദെൻ ദി സം ഓഫ് മണി ടു ബി പെയ്ഡ് മസ്റ്റ് ബി സർട്ടൻ. ഒരു ഇത്ര എമൗണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കുറവ് എന്നുള്ള രീതിയിലല്ല, എത്രയാണോ സ്പെസിഫിക് എമൗണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കണം. ഐ പ്രോമിസ് ടു പേ സം മണി ഓൺ ഒക്കേഷൻ ഓഫ് ഹിസ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോമിസറി നോട്ട് ആവില്ല. എത്ര എമൗണ്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ദി പേയ്മെന്റ് മസ്റ്റ് ബി ഇൻ ലീഗൽ ടെൻഡർ മണി ഓഫ് ഇന്ത്യ ആൻഡ് സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ ഫോറിൻ മണി. ഒന്നെങ്കിൽ അത് ഗുഡ്സ് ആയിട്ടായിരിക്കണം പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ മണി ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഫോറിൻ മണി ആയിട്ടായിരിക്കണം പേ ചെയ്യേണ്ടത്. ദെൻ ദി മണി മസ്റ്റ് ബി പേയബിൾ ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഇൻ ഓർ അക്കോർഡിംഗ് ടു ഹിസ് ഓർഡർ. ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന മറ്റൊരാൾക്ക്. ഇറ്റ് മസ്റ്റ് ബി പേയബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ എ സർട്ടൻ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒന്നെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ എന്നാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ടൈമിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിയുമ്പോൾ ഇത് പേ ചെയ്തുകൊള്ളാം എന്നുള്ളതൊക്കെ ആ ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദി റിസർവ് ബാങ്ക് ആക്ട് പ്രോഹിബിറ്റ് the creation of a promissory note payable on demand to the bearer of the note except RBI or Government of India. So വേറെ കണ്ടീഷൻ കൂടിയുണ്ട്. ഇന്നത്തെ നമ്മൾ പറഞ്ഞു ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു. ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിൽ പോസിബിൾ അല്ല. ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ ആർ ബി ഐക്കോ മാത്രമേ ഓൺ ഡിമാൻഡിൽ പ്രോമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. റിസർവ് ബാങ്ക് അത് പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ പ്രൊവിഷൻ പ്രകാരം ഒരു ഡേറ്റ് മസ്റ്റ് ആയിരിക്കണം. ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കണം. ആ പീരീഡിന് ശേഷമായിരിക്കും, ആ ഡേറ്റിലായിരിക്കും പേയ്മെന്റ് നടത്തുക. സോ ഇത്രയുമാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ പ്രോമിസറി നോട്ട്. സ്പെസിമെൻ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 year ആഫ്റ്റർ ഡേറ്റ് ഐ പ്രോമിസ് ടു പേ ബി ഓർ ഹിസ് ഓർഡർ ₹500. ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് ഒരു വർഷം, അതിൽ ഇന്ന ഇൻഡിവിജ്വലിന് പേ ചെയ്തുകൊള്ളാം. സ്പെസിഫിക് ആണ്, ഒന്നും തന്നെ അതിനകത്ത് ആംബിഗ്വിറ്റി വരുന്നില്ല. ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് ആണ് പ്രോമിസറി നോട്ടിനകത്ത് വരുന്നത്. The next one is bill of exchange. Bill of exchange definition നോക്കുകയാണെങ്കിൽ a bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണെങ്കിൽ അത് പ്രകാരം മേക്കർ സൈൻ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ സൈൻ ചെയ്യുന്നു.
ഒരു ഇൻഡിവിജ്വലിനോട് സെക്കൻഡ് പാർട്ടിയോട് ഡയറക്റ്റിംഗ് എ സർട്ടേൺ പേഴ്സൺ ടു പേ എ സർട്ടേൺ സം ഓഫ് മണി. സെക്കൻഡ് പാർട്ടിയോട് പറയുകയാണ് നിങ്ങൾ പേ ചെയ്യൂ ഒരു സർട്ടേൺ സം ഓഫ് മണി ടു മറ്റൊരാൾക്ക്, ടു ഓർ ടു ദി ഓർഡർ ഓഫ് സർട്ടേൺ പേഴ്സൺ. ആ സർട്ടേൺ പേഴ്സണ് പേ ചെയ്യുക, അല്ലെങ്കിൽ ആ സർട്ടേൺ പേഴ്സൺ പറയുന്ന ഇൻഡിവിജ്വലിന് പേ ചെയ്യുക. ഓർ ടു ദി ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്, ഈ ബിൽ അതും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റുമായിട്ട് വരുന്ന പാർട്ടി ആരാണോ അയാൾക്ക് പേ ചെയ്യുക എന്നുള്ള അൺകണ്ടീഷണൽ ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ ഇവിടെ ഓർക്കേണ്ടത്, നമ്മൾ പ്രോമിസറി നോട്ടിനകത്ത് മേക്കർ എന്ന് പറയുന്നത് ഡെറ്റർ ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് മേക്കർ എന്ന് പറയുന്നത് ഡെറ്റർ അല്ല. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് പറയുന്നത് 6 months ആഫ്റ്റർ ദി ഡേറ്റ് പേ. സി, ഇവിടെ പേ ചെയ്യാനാണ് പറയുന്നത്, പേ ചെയ്യാനാണ് പറയുന്നത്, അല്ലാതെ ഐ വിൽ പേ എന്നല്ല. ഓക്കെ, ഐ ആം പ്രോമിസ് ടു പേ എന്നല്ല പറയുന്നത്. ദാറ്റ് മീൻസ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെറ്ററെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ 6 months ആഫ്റ്റർ ദി ഡേറ്റ് പേ പേഴ്സൺ പി ക്യു ഓർ ഓർഡർ, ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആണ് പി ക്യു, അദ്ദേഹത്തിന്റെ ഓർഡറിനോ ₹1000, അദ്ദേഹം പറയുന്ന ആർക്കോ ₹1000 പേ ചെയ്യൂ എന്നുള്ള ഡോക്യുമെന്റ് എഴുതിയിട്ട് സ്റ്റാമ്പ് ചെയ്ത് സൈൻ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ദി മേക്കർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് കോൾഡ് ഡ്രോയർ. ആരാണോ ഈ ബില്ല് എഴുതിയത് ആ ഇൻഡിവിജ്വലിനെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ദെൻ ദി പേഴ്സൺ ഹൂ ഈസ് ഡയറക്റ്റഡ് ടു പേ ഈസ് കോൾഡ് ഡ്രോയി. ആരോടാണോ ചെയ്യാൻ പറയുന്നത്, അതായത് ക്രെഡിറ്ററിനോടാണ് ഡ്രോയി എന്ന് പറയുന്നത്. ദി പേഴ്സൺ ഹൂ റിസീവ്സ് ദി മണി ഈസ് കോൾഡ് പേയി. ആർക്കാണോ എമൗണ്ട് കിട്ടുന്നത് അദ്ദേഹമാണ് പേയി. വെൻ ദി പേയി ഹാസ് ദി കസ്റ്റഡി ഓഫ് ദി ബിൽ ഈസ് കോൾഡ് ഹോൾഡർ. പേയുടെ കയ്യിൽ തന്നെ ഈ പറയുന്ന ബില്ല് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഹോൾഡർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ദി ഹോൾഡേഴ്സ് ഡ്യൂട്ടി ടു പ്രസന്റ് ദി ബിൽ ടു ദി ഡ്രോയി ഫോർ അക്സെപ്റ്റൻസ്. സോ ഹോൾഡർ എന്നാണോ ആ ഡേറ്റ് ആവുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരമുള്ള ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് ആകുമ്പോൾ ഹോൾഡർ ഡ്രോയിക്ക് ഈ പറയുന്ന ഡ്രോയിയാണ് എമൗണ്ട് പേ ചെയ്യേണ്ടത്, ഡ്രോയിയുടെ മുമ്പിൽ ഈ ബില്ല് എത്തിക്കണം. ഓക്കെ, ഹോൾഡർ ഡ്രോയിക്ക് ഈ ബില്ല് കൊണ്ടേ കൊടുക്കണം, എന്നാൽ മാത്രമേ പേയ്മെന്റ് കിട്ടൂ. ദെൻ ഡ്രോയി ബിക്കംസ് ദി അക്സെപ്റ്റർ ആഫ്റ്റർ സൈനിങ് ദി ബിൽ. ബിൽ സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഡ്രോയി അക്സെപ്റ്റർ ആയി മാറും. സംടൈംസ് ദി നെയിം ഓഫ് അനദർ പേഴ്സൺ is mentioned as the person who will accept the bill if the original drawee does not accept it. So drawee ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു ഇൻഡിവിജ്വലിന്റെ പേരിലായിരിക്കും ആ ബില്ല് വരുന്നത്. അത് ഡ്രോയി ചില കേസുകളിൽ അയാളുടെ റൈറ്റ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, such person is called drawee in case of needs. So സംഭവിക്കുന്നത് ഡ്രോയി ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യാതെ വരുവാണെങ്കിൽ അയാളുടെ ഒരു നെക്സ്റ്റ് പേഴ്സൺ, ലൈക്ക് ആ പേഴ്സണ് ഡ്രോയി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ ഡെറ്റർ ആയിട്ട് വരുന്ന മറ്റൊരു പേഴ്സൺ ആയിരിക്കും എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക. അങ്ങനെ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ മാത്രമാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്ന് പറയുന്നത്. ഡ്രോയി ബില്ല് അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നു, ഡ്രോയിക്ക് പകരം മറ്റൊരു ഇൻഡിവിജ്വലിന്റെ പേരാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഇൻഡിവിജ്വലിനെയാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഓർക്കുക, ഡ്രോയർ മീൻസ് ദി പേഴ്സൺ ഹു ക്രിയേറ്റ്സ് ദി ബിൽ, മേക്കർ, ദെൻ ഡ്രോയി, ആരാണോ ആ എമൗണ്ട് പേ ചെയ്യേണ്ടത് അദ്ദേഹത്തെയാണ് ഡ്രോയി എന്ന് പറയുക. ദെൻ എമൗണ്ട് റിസീവ് ചെയ്യേണ്ട ഇൻഡിവിജ്വലിനെയാണ് പേ എന്ന് പറയുക. Essential elements of bill of exchange fulfill the following requirements. First one is it must be an instrument in writing, like in the case of a promissory note. Promissory note പറഞ്ഞതുപോലെ തന്നെ it must be an instrument in writing. It must be signed by the drawer. Okay, ഡ്രോയർ ആരാണോ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടാവണം, അദ്ദേഹമാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ ഓർഡർ ടു പേ. ഇതൊരു ഓർഡറാണ്, പേ ചെയ്യണം എന്നുള്ളൊരു ഓർഡറാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ആൻഡ് അൺകണ്ടീഷണൽ. ഒരു ആംബിഗിറ്റിയും ഇല്ലാത്ത ഒരു ഓർഡർ ആയിരിക്കണം. ദി ഡ്രോയർ, ഡ്രോയി ആൻഡ് ദി പേയി മസ്റ്റ് ബി സർട്ടൻ ഇൻ ഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽസ്. ആരാണ് ഡ്രോയർ, ആരാണ് ഡ്രോയി, ദെൻ പേയി, ഇത് മൂന്നും സർട്ടൻ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. ദി എമൗണ്ട് ഓഫ് മണി ടു ബി പെയ്ഡ് മസ്റ്റ് ബി സർട്ടൻ. എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതും സർട്ടൻ ആയിരിക്കണം. ദി പേയ്മെന്റ് മസ്റ്റ് ബി ഇൻ കേസ് ഓഫ് ഇൻ ദി ലീഗൽ ടെൻഡർ മണി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കറൻസിയിൽ മാത്രം പേയ്മെന്റ് നടത്താൻ സാധിക്കൂ. ദി മണി മസ്റ്റ് ബി പേയബിൾ ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓൺ അക്കോർഡൻസ് വിത്ത് ദി ഓർഡർ. ആർക്കോ പേ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് ആ ഇൻഡിവിജ്വലിന് തന്നെ പേ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്.
ഇത്രയും കണ്ടീഷൻസ് ആണ് വരുന്നത്. ഡ്രോയർ, ദെൻ ഡ്രോയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അദ്ദേഹമാണ് സൈൻ ചെയ്യുന്നത്. ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് അക്സെപ്റ്റർ എന്നാണ്. ഓക്കെ, നോർമലി ഇതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഒന്ന് ഓർക്കുക. ഫസ്റ്റ് ഒരു ക്രെഡിറ്റർ, ഡെറ്റർ, ഈ റിലേഷൻഷിപ്പിൽ നിന്നാണ് ആക്ച്വലി ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നത്. ക്രെഡിറ്റർ ഒരു ഇൻസ്ട്രുമെന്റ് എഴുതുന്നു. ആ ഇൻസ്ട്രുമെന്റ് റൈറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇൻസ്ട്രുമെന്റ് റൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡ്രോയറായി മാറി. അദ്ദേഹം ഡെറ്റർ അല്ല, ഡ്രോയർ. ഓക്കെ, ഇൻസ്ട്രുമെന്റ് റൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡ്രോയറായി മാറുന്നു. ദെൻ ആ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ആരാണ് കാശ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഡെറ്റർ. ഓക്കെ, ദെൻ ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, അത് ചിലപ്പോൾ ഡ്രോയർക്ക് തന്നെയാകും, അല്ലെങ്കിൽ മൂന്നാമതൊരു പാർട്ടിക്കായിരിക്കും. അതും ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ആ ഒരു ഓർഡർ പ്രകാരം ഇന്ന പാർട്ടിക്ക് കൊടുക്കണം ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് എന്ന് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഡോക്യുമെന്റ് അതിനുശേഷം ക്രെഡിറ്റർ ഡെറ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, ക്രെഡിറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയി ബിക്കംസ് ദി അക്സെപ്റ്റർ. അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മസ്റ്റ് സൈൻ ഓൺ ദി ബിൽ. ബില്ലിനകത്ത് ഞാൻ കൊടുത്തുകൊള്ളാം, ഐ മീൻ ക്രിയേറ്റ് ചെയ്ത പാർട്ടി സൈൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഈ എമൗണ്ട് പേ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിൽ അദ്ദേഹവും സൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ഡ്രോയി അല്ല, ഡ്രോയുടെ പേരല്ല ബില്ല് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഡ്രോയുടെ പേര് എഴുതാത്ത സിറ്റുവേഷൻസ് വരുന്നത് റെയർ ആണ്. അവിടെ സംഭവിക്കുന്നത് ഡ്രോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന മറ്റൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെയാണ് ഡ്രോയിങ് കേസ് ഓഫ് നീഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും കണ്ടീഷൻസ് ഓർക്കുക. എക്സാമ്പിൾസ് ഞാൻ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എക്സാമ്പിൾസ് ഒക്കെ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇസ് ചെക്ക്. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ അപ്പോൺ എ സ്പെസിഫിക് ബാങ്കർ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ അപ്പോൺ എ സ്പെസിഫിക് ബാങ്കർ ആൻഡ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഒരു കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ബാങ്കറിന് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് പ്രകാരം, മീൻസ് അക്കൗണ്ട് ഹോൾഡറുടെ ഡിമാൻഡ് പ്രകാരം പേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ചെക്ക്. സോ ചെക്കിന്റെ സ്പെസിഫിക് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നോർമലി പേ എ ബി ഓർ ഓർഡർ ഓർ ദി ബിയർ എന്നുള്ള രീതിയിലായിരിക്കും നോർമലി ചെക്ക് വരിക. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കണ്ടീഷൻസ് ഒക്കെ. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ചെക്ക്. ചെക്ക് മസ്റ്റ് ഫുൾഫിൽ ദി ഫോളോയിങ് all the essential requirements of a bill of exchange. Bill of exchange തന്നെയാണ് ചെക്ക്. Bill of exchange drawn on a specific banker. ഒരു ബാങ്കർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഡ്രോ ചെയ്യുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വേണ്ട എല്ലാ റിക്വയർമെന്റും അതിനുണ്ടായിരിക്കണം. ദെൻ ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ടൈം അല്ല അത് വരുന്നത്, ഡിമാൻഡ്. എപ്പോഴാണോ ഈ ചെക്ക് കൊടുക്കുന്നത് ആ ടൈമാണ്. ഓക്കെ, ചെക്കിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അനുസരിച്ചായിരിക്കും പേയ്മെന്റ് വരിക. Then banker named must pay. ഈ ചെക്ക് എപ്പോഴാണോ പ്രസന്റ് ചെയ്യപ്പെടുന്നത് ആ പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ സഫീഷ്യന്റ് ഫണ്ട്സ് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കണം. അത് ബാങ്കിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് പേ ചെയ്യണം. Then bills and notes may be written entirely by hands. There is no legal bar on check of ചെക്ക് എഴുതേണ്ട രീതികളെ പറ്റിയൊന്നും ലീഗൽ ബാറിംഗ് ഒന്നുമില്ല. ലീഗലി ഇങ്ങനെ വേണം എന്നുള്ള റിക്വയർമെന്റ് ഒന്നുമില്ല. സോ നോർമലി ബാങ്ക് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ, ഹാൻഡ് റിട്ടേണും ആകാം എന്നുള്ളതാണ്. പക്ഷേ ഹാൻഡ് റിട്ടേൺ ഒന്നും നമ്മൾ ഫോളോ ചെയ്യാറില്ല. ആൻഡ് ദി സിഗ്നേച്ചർ മസ്റ്റ് ടാലി വിത്ത് ദി സ്പെസിഫിക് സിഗ്നേച്ചർ കെപ്റ്റ് ഇൻ ദി ബാങ്ക്. ഈ ഡ്രോയറുടെ സിഗ്നേച്ചറും സ്പെസിഫിക് സിഗ്നേച്ചറും ഒന്നായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ആണ് എസെൻഷ്യൽസ് ഓഫ് എ ചെക്ക്. ദെൻ ദർ മസ്റ്റ് ബി ഡേറ്റ്. പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് ഉണ്ട്, ഫ്യൂച്ചറിലായിരിക്കും ഡ്യൂ ആകുക. നോർമലി 6 മാസം ടൈം പീരീഡ് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചേക്ക്. ടൈപ്സ് ഓഫ് ചെക്സ്. 2 ടൈപ്പിലുള്ള ചെക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ഓപ്പൺ ചെക്ക്. ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത് ദി ഓപ്പൺ ചെക്ക് ഈസ് വൺ വിച്ച് ഇസ് പേയബിൾ ഇൻ ക്യാഷ് അക്രോസ് ഓൾ ദി കൗണ്ടേഴ്സ് ഓഫ് ബാങ്ക്. ഓപ്പൺ ചെക്കാണ്, മീൻസ് ആരാണോ ആ ചെക്കിന്റെ ബെയറായിട്ട് വരുന്ന ആ ഇൻഡിവിജ്വലിന് പേ ചെയ്യാം. ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ അതിനകത്ത് ആളുടെ പേരുണ്ടാവും. ആൻഡ് ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഓൺലി ടു, ആളുടെ പേരുണ്ടാവുന്നല്ല, ക്രോസ് മാർക്ക് ഉണ്ടാവും. ക്രോസ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് വഴി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കണ്ടീഷൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ക്രോസിംഗ് പല രീതിയിലുണ്ട്. ജനറൽ ക്രോസിംഗും സ്പെസിഫിക് ക്രോസിംഗും ഉണ്ട്. ജനറൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് മോഡ് ഓഫ് ക്രോസിംഗ് ബൈ പുട്ടിംഗ് 2 parallel lines across the face of the check. This is called general crossing. The check crossed generally can be
will be paid to any bank through which it is presented. ഈ ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക്, രണ്ട് ക്രോസ് ലൈൻസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിനാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ത്രൂ എനി ബാങ്ക്. ഏത് ബാങ്ക് ഉപയോഗിച്ച് ഏത് ബാങ്ക് വഴി വേണമെങ്കിലും പേയ്മെന്റ് നടത്താൻ സാധിക്കും. വേറെ സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ when the name of the bank is written in between the parallel lines, it is called special crossing. ബാങ്കിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ഇൻ ദാറ്റ് കേസ് ചെക്ക് ആ ബാങ്ക് വഴി മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഇതാണ് മോഡ്സ് ഓഫ് ക്രോസിംഗ്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ പാർട്ടീസ് പറയുകയാണെങ്കിൽ ഹോൾഡർ ഉണ്ടാകും. സോ ഹോൾഡർ ആൻഡ് ബെയറർ ആർ ദെയർ. സോ ആ കേസെല്ലാം ഒന്ന് നോക്കണം. മൈനർ ഇൻസോൾവെന്റ് പാർട്ടീസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക പാരലലി. ഫർദർ ഡിസ്കഷൻ ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ ടേംസ് തന്നെയാണ് വരുന്നത്. ഡ്രോയറും ഡ്രോയിയും അങ്ങനെയുള്ള പാർട്ടീസ്. Then there is a term called negotiation. Negotiation means negotiation of an instrument is the process by which the ownership of an instrument is transferred from one person to another. Negotiable instrument. നമ്മൾ ആദ്യം പറഞ്ഞാൽ negotiable means which can be transferred from one person to another. So negotiation is the process by which the ownership of an instrument is transferred from one person to another. ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ഈ ഇൻസ്ട്രുമെന്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന വേ, ആ രീതിയെയാണ്, പ്രോസസ്സിനെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ടൈം കുറവായതുകൊണ്ട് നെഗോഷിയേഷന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഇട്ടേക്കാം. സോ അത് ചെയ്യാം. നെക്സ്റ്റ്, ക്ലിയർ ആണോ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. മൂന്നാമത്തെ ടോപ്പിക് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് LLP എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് വന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ വേറെ തരാം, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് തരാം. സോ എനിവേ, കമ്പനീസ് ആക്ട് 2013 ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന് ബ്രീഫ് ചെയ്യും. സോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ബേസിക് കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ ഇസ് കമ്പനി. Company is defined as an artificial person created by Companies Act 2013 with two distinct characters, that is a separate legal entity and perpetual succession. So കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, റിയൽ പേഴ്സൺ അല്ല. സോ കമ്പനിക്ക് ഒരു പേഴ്സൺ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും, എന്നാലും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്ന രീതിയിലായിരിക്കും നിലനിൽക്കുക. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വിത്ത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ദാറ്റ് മീൻസ് ഓണറും കമ്പനിയും ഡിഫറെൻ്റ് ആണ് എന്നുള്ള കൺസെപ്റ്റാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ദെൻ പെർപെച്വൽ സക്സഷൻ, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് മരിച്ചു പോയി കഴിഞ്ഞാലും പ്രൊമോട്ടേഴ്സ് ഇല്ലാതായാലും കമ്പനി വിൽ കണ്ടിന്യൂ. ഓണർ എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായാലും കമ്പനിക്ക് വീണ്ടും ലൈഫുണ്ട്. ഇതാണ് പെർപെച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു ട്രാൻസ്ഫറബിൾ ഷെയർസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് നോൺ ആസ് മെമ്പേഴ്സ്. എൻ്റയർ ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്നറിയപ്പെടും. ഈ ഷെയർ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ പോർഷൻസിലും ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ് അവരത് മേടിക്കുന്നു. ഓക്കെ, then the members of the company generally has a limited liability upon the extent of unpaid nominal value of shares held by them. അതായത് ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ കേസിൽ എടുക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, കമ്പനി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് ലിമിറ്റഡ് ലയബിലിറ്റി ആവുന്നത്? ലിമിറ്റഡ് ലയബിലിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് അപ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർ ഹോൾഡിംഗ്. എത്ര ഷെയർസ് മേടിച്ചിട്ടുണ്ടോ ആ ഷെയർസിന്റെ അളവിലേക്ക് മാത്രമാണ് അവർക്ക് ലയബിലിറ്റി ഉള്ളത്. 100 രൂപയുടെ ഷെയറാണ് മേടിച്ചിട്ടുള്ളതെങ്കിൽ ആ 100 രൂപ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലയബിലിറ്റി. അല്ലാതെ അതിന് മുകളിലേക്ക് ഒരു ലയബിലിറ്റിയും ഒരു ഷെയർ ഹോൾഡർക്കും ഉണ്ടായിരിക്കില്ല. ദിസ് ഈസ് കോൾഡ് ലിമിറ്റഡ് ലയബിലിറ്റി. ആ ലിമിറ്റഡ് ലയബിലിറ്റി കൺസെപ്റ്റ് പാർട്ണർഷിപ്പിൽ വന്നതാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. മുമ്പ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ആ അൺലിമിറ്റഡ് ലയബിലിറ്റി മാറ്റിയിട്ട് ലിമിറ്റഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ണേഴ്സ് വെയർ ലിമിറ്റഡ് ടു ദി ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഹോൾഡിംഗിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുന്നു. അതാണ് LLP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദീസ് ആർ ദി തിങ്സ്, ജനറൽ തിങ്സ് ഓർക്കേണ്ടത്. ദെൻ ദർ ഇസ് എ ടേം കോൾഡ് കോർപ്പറേറ്റ് വീൽ തിയറി. കോർപ്പറേറ്റ് വീൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓണർഷിപ്പ് ആൻഡ് ദി കമ്പനി ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഓണറും കമ്പനിയും ഡിഫറെൻ്റ് ആണ് എന്നുള്ള അപ്രോച്ചാണ് ആക്ച്വലി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില കേസുകളിൽ ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് അങ്ങ് എടുത്തു കളയും.
ആ ആക്ട് പ്രകാരം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് എടുത്തു കളയുന്ന സിറ്റുവേഷൻസിനെയാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കോർപ്പറേറ്റ് വീൽ ഡോക്ട്രിൻ ഉപയോഗിച്ചത് സോളമൻ വേഴ്സസ് സോളമൻ എന്ന് പറയുന്ന കമ്പനിയുടെ കേസിലാണ്. സോ ഇത് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ലെയ്ഡ് ദാറ്റ് കമ്പനി ഈസ് എ ജൂറിസ്റ്റിക് പേഴ്സൺ ഡിഫറെന്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് members. Okay, but under some certain situations normally കമ്പനിയും മെമ്പേഴ്സും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് ആ വെഡിറ്റ് പ്രകാരം വന്നത്. എന്നാൽ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ദി കോർട്ട് മേ ലിഫ്റ്റ് കോർപ്പറേറ്റ് വീൽ. കോർട്ടായിട്ട് ചില സിറ്റുവേഷൻസിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ്. ഞാൻ പറഞ്ഞതൊന്നും തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസിനെയാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അതായത് ഓണർക്കും കോർപ്പറേറ്റും കമ്പനിയും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കമ്പനിയുടെ നിയമപരമായി വരുമ്പോഴും കമ്പനിയെ സെപ്പറേറ്റ് ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ടായിരിക്കും കേസ് വരിക. ആ കമ്പനിക്കെതിരെയുള്ള കേസും ഓണർ എന്ന് പറയുന്ന മെമ്പർക്ക് എതിരെയുള്ള കേസും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ദെൻ ബട്ട് ഇൻ അണ്ടർ സർക്കംസ്റ്റൻസസ് ചില കേസുകളിൽ ഓണർമാർ വരുത്തി വയ്ക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം ആണ് കമ്പനിക്കെതിരെ കേസ് വരുന്നതെങ്കിൽ ദേ വിൽ ബി ബൈൻഡിങ് ഓൺ ദി issue. Okay, so under certain situations the courts may lift corporate wheel. ഈ corporate wheel എന്ന് പറഞ്ഞ situation കോർട്ട് എടുത്തു കളയും wheel of incorporation and thus disregard as a separate legal entity of the company. This is called a lifting of corporate wheel. അതായത് ചില കറപ്ഷൻ ഉണ്ടാക്കുക, വലിയ രീതിയിൽ ആൾക്കാരെ ചതിക്കുന്ന സിറ്റുവേഷൻസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പനിക്കെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ ദി ഡയറക്ടേഴ്സ്. കമ്പനിക്കെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനെതിരെയാവും, ആ ഇൻഡിവിജ്വൽസിനെ എഗെയിൻസ്റ്റ് ആവും. ആ കേസുകളിൽ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ട്രീറ്റ് ചെയ്യാത്ത സിറ്റുവേഷനെയാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഈ അവകാശം അങ്ങ് എടുത്തു കളയുന്നു. ഓക്കെ, കിട്ടിയോ കോർപ്പറേറ്റ് വീൽ? Okay, next is the Incorporation of Company. Incorporation of Company ആയി ബന്ധപ്പെട്ട് a company is said to came into existence only after its registration and issue of certificate of incorporation. ഒരു കമ്പനി അവർ നിലവിൽ വന്നതായിട്ട് പറയുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടണം. ഈ രണ്ട് സാഹചര്യം, രണ്ട് പോയിന്റും കഴിഞ്ഞാലേ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് നിലവിൽ വന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. So the company is to be incorporated must be validly constituted and be an association for a lawful purpose. ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്തതായിരിക്കണം ആൻഡ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കമ്പനി ആയിരിക്കണം, നിയമപരമായിട്ട് ഒരു എൻറ്റിറ്റിയും ആയിരിക്കണം. Then after these formalities are compiled, the registrar is satisfied the company is registered under the act. ഈ പറയുന്ന ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ കമ്പനിയുടെ ഫോർമാലിറ്റീസും എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്തിനു വേണ്ടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലോഫുൾ പർപ്പസ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് കമ്പനി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ചെയ്യുന്നത് നോർമലി. സോ ഓൺ registration the registrar shall issue a certificate of registration incorporation to the company. So ഇത്തരത്തിലൊരു രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റൂ. Then to provide the integrated process of incorporation, the Ministry of Corporate Affairs has introduced SPICS. SP എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇന്റർനെറ്റ് വഴി ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു പോർട്ടലാണ് for simplifying the filing of forms. രജിസ്ട്രേഷന് വേണ്ടി ഓൺലൈൻ വഴിയുള്ള പോർട്ടലാണ് SPICE. ഇത് ആക്ച്വലി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ്. Then effect of registration നടന്നു കഴിഞ്ഞാൽ from the date of incorporation the company becomes a legal person. ഈ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴാണോ കിട്ടുന്നത് ആ ഡേറ്റ് തൊട്ട് കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. ആൻഡ് by the name contained in the memorandum and capable of exercising all the functions of an incorporated company. So
ഇത്തരത്തിൽ ഇൻകോർപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് അവർക്ക് ഉപയോഗിക്കാം. ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് എഗ്രിമെന്റ്സിൽ ഏർപ്പെടാം. അതേപോലെ ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനിക്ക് ചെയ്യാവുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള അധികാരവും കമ്പനിക്ക് കിട്ടും. ദി ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ കൺക്ലൂസീവ് എവിഡൻസ് ആസ് ടു കംപ്ലയൻസ് വിത്ത് ഓൾ ദി ലീഗൽ ഫോർമാലിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, സോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം കമ്പനി ഒരു ലീഗൽ പേഴ്സണായി മാറി, കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കിട്ടി. ഇതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാം. കമ്പനിക്ക് എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. ദെൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലായിരിക്കും കൂടുതൽ പറയുക. ദെൻ അക്കൗണ്ടിങ്ങിലും ബ്രീഫ് ചെയ്യുന്നുണ്ട്. എനിവേ ക്യാപിറ്റൽ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത് നോമിനൽ ക്യാപിറ്റൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദി മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ പ്രൊക്യൂർ. കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാവുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റലാണ് മാക്സിമം. ഒരു കമ്പനി മാക്സിമത്തിലേക്ക് പോകാറില്ല, മാക്സിമം ഷെയർ ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവർ ഇഷ്യൂ ചെയ്തത് എത്രയാണോ അതാണ്. സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതിൽ നിന്നും എത്ര ഷെയർ ആളുകൾ മേടിച്ചു അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. ദെൻ കോൾഡ് അപ്പ്, നമ്മൾ ഈ ഷെയറിന്റെ പോർഷൻസ് മൊത്തം പല കോളുകളായിട്ടാണ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ലാസ്റ്റ് കോൾ, ഫൈനൽ, അങ്ങനെ പല കോളുകളായിട്ടാണ് ഷെയറിന്റെ ടോട്ടൽ എമൗണ്ട് മേടിക്കുന്നത് കമ്പനി. സോ ഇതെല്ലാം നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ എനിവേ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഷെയർ വാല്യൂ ആണോ ഇതുവരെ കോൾ ചെയ്തിട്ടുള്ളത്, ഇതുവരെ കമ്പനി മേടിച്ചിട്ടുള്ളത്, ഇതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഈ പറഞ്ഞ നമ്മൾ മേടിച്ചതിനകത്ത് ചില ആൾക്കാർ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടാവും. ആ ഡിഫോൾട്ട് വരുത്തിയ കോൾസ് ഇൻ അരിയേഴ്സ് ഒഴിവാക്കിയ ബാക്കിയുള്ള തുകയാണ്, ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അത് കൂടാതെ ദർ ആർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആസ് വെൽ. രണ്ട് തരത്തിലുള്ള ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയറും. സോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലും ഇതെല്ലാം അപ്ലൈ ചെയ്യും. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ചാർട്ടർ ആണ്. ഇത് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കമ്പനിയുടെ ബേസിക് ചാർട്ടർ ആണ് ഇത്. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ വിച്ച് കമ്പനി ഓപ്പറേറ്റ്സ്. കമ്പനിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്. ആൻഡ് കമ്പനി എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. It lays down object and scope of activities and limitations or the power of company beyond which company cannot go. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടാവും, എത്ര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം, അതേപോലെ മാക്സിമം ഏത് വഴി വരെ പോകാൻ സാധിക്കും എന്നുള്ളതിനകത്തൊരു ബൗണ്ടറിയും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദി ആക്ട് ഡൺ ഓർ കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ ദി കമ്പനി വിച്ച് ബിയോണ്ട് ദി എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് സ്കോപ്പ് ഓഫ് മെമ്മോറാണ്ടം is called Doctrine of Ultra Virus. മെമ്മോറാണ്ടത്തിൽ പറയാത്തൊരു കാര്യത്തിന് കമ്പനിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നതിന് മുകളിൽ എന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള എല്ലാ ആക്ടുകളെയും ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ് എന്നാണ് പറയുക. ആൻഡ് ഫൈനലി ദി കണ്ടീഷൻസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം ക്യാൻ ബി ഓൾട്ടേഡ് ടു ദി എക്സ്റ്റെൻഡ് ആൻഡ് ഇൻ ദി മാനർ പ്രൊവൈഡഡ് ബൈ ദി ആക്ട് which allows alterations by specific resolution and confirmation by central government and registrar of companies. So ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം മെമ്മോറാണ്ടം ഓൾട്ടർ ചെയ്യാനുള്ള വേസ് പറയുന്നുണ്ട്. ആ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഓൾട്ടറേഷൻ പോസിബിൾ ആണ്. ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും സാങ്ഷനോട് കൂടി മാത്രമേ കമ്പനിക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. ഇത് കമ്പനിയുടെ ബൈലോസ് ആണ്. ഓക്കെ, സോ കമ്പനിയുടെ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ബൈലോസ് ഇത് പറയുന്ന ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇറ്റ് ലേസ് ഡൗൺ ദി ഫോം ഇൻ വിച്ച് ബിസിനസ് ഓഫ് ദി കമ്പനീസ് ക്യാരി ഓൺ. കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത് ആ വേസും അതുമായി ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. ഇറ്റ് ഓൾസോ ലേസ് ഡൗൺ ദി പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ദസ് ഫോമിംഗ് ദി ബേസിസ് ഫോർ കോൺട്രാക്ട് ബിറ്റ്വീൻ company and the members and among its members. Okay, ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും അതേപോലെ അവർ തമ്മിലുള്ള റിലേഷനും
ബേസ് ചെയ്യുന്നത് ഈ ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് പ്രകാരം എങ്ങനെയാണ് ഡയറക്ടേഴ്സിന്റെ പവർ വരുന്നത്, ഒഫീഷ്യൽസ് ആരൊക്കെയാണ്, ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, എല്ലാം ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Then every company have an absolute power to alter its articles of association by a special resolution subject to the provisions of the act and conditions of the memorandum of the company. Articles of association നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കും കമ്പനിക്ക് തന്നെ. വേറെ മെമ്മോറാണ്ടം ഓൾട്ടർ ചെയ്യണമെങ്കിൽ പെർമിഷൻ ആവശ്യമാണ്. ആർട്ടിക്കിൾസ് കമ്പനിക്ക് തന്നെ ഓൾട്ടർ ചെയ്യാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഈ കമ്പനിക്ക് സ്വമേധയാ ഇത് മാറ്റം വരുത്താൻ സാധിക്കും. Then Doctrine of Constructive Notice, Doctrine of Ultra Vires എന്ന് പറഞ്ഞു. Doctrine of Constructive Notice കൊണ്ട് ഉദ്ദേശിക്കുന്നത് as memorandum and articles is a public document, so it is considered that every person dealing with the company is deemed to have notice of the contents of the memorandum and articles of the company. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യങ്ങളും അതേപോലെ മെമ്മോറാണ്ടത്തിൽ പറയുന്ന കാര്യങ്ങളും നോർമലി കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള അസംഷൻ ആണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഈ പറയുന്ന രണ്ട് ഡോക്യുമെന്റും, അതായത് ഇറ്റ് മേ ബി മെമ്മോറാണ്ടം ആയാലും ആർട്ടിക്കിൾസ് ആയാലും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് മനസ്സിലാവും. ഇൻ ദാറ്റ് കേസ് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അൾട്രാ വയർസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒരു ഇൻഡിവിജ്വൽ എഴുതുവാണെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ മിസ്റ്റേക്ക് ആണത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഓൾറെഡി സ്റ്റേറ്റഡ് ഇൻ ദിയർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നതിന് പുറത്തുള്ള ഒരു കാര്യത്തിൽ കമ്പനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇൻ ദാറ്റ് കേസ് അത് നോക്കുക എന്നുള്ളത് ഇൻഡിവിജ്വലിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദി പബ്ലിക് ഡൊമൈൻ. പബ്ലിക് ഡൊമൈനിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് രണ്ടും അവൈലബിൾ ആണ്. അത് വയലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ ദി ഇൻഡിവിജ്വൽ, നോട്ട് ഓൺ ദി കമ്പനി. ബിക്കോസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറയുന്നത് യു ആർ എക്സ്പെക്റ്റഡ് ടു നോ അബൌട്ട് ദി കമ്പനി. നിങ്ങൾ ഈ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനിയെ പറ്റി അറിയണം. അറിയാൻ വേണ്ടി ഉള്ള വഴികൾ ഉണ്ടായിരുന്നു, അത് നോക്കാതിരുന്നത് നിങ്ങളുടെ കുറ്റമാണ് എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറയുന്നത്. It is presumed that the person have not only read this document but also understood their proper meaning. So it is presumed. കമ്പനിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇത് ഊഹിക്കുകയാണ്, ഇതങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ഇൻഡിവിജ്വൽ ഈ പറയുന്ന രണ്ട് ഡോക്യുമെന്റും വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസംഷനോട് കൂടിയാണ് കാര്യങ്ങൾ നോക്കുക. സോ ഏതെങ്കിലും ഒരു കേസ് ഇതിന് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇൻഡിവിജ്വലിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ബിക്കോസ് കമ്പനി ഓൾറെഡി അവരുടെ ഡോക്യുമെന്റ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. It's also called Tarquin rule. Doctrine of indoor management means this is an exception to doctrine of constructive notice. Constructive notice എന്ന് പറയുന്ന ഡോക്ട്രിൻ എന്താ? കമ്പനിയുടെ മെമ്മോറാണ്ടം ആയാലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആയാലും പബ്ലിക്കിന് അവൈലബിൾ ആണ്. ഇനി അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. വേറാസ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു എക്സംഷൻ ആണ്. ദാറ്റ് മീൻസ് ദിസ് പ്രൊട്ടക്ട്സ് ദി ഔട്ട്സൈഡേഴ്സ് അഗെയിൻസ്റ്റ് ദി കമ്പനി ഹു ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. കമ്പനിയെ വിശ്വസിച്ച് പ്രവർത്തിച്ച ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അതായത് ഇറ്റ് സേസ് ദാറ്റ് പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദി കമ്പനി ആർ നോട്ട് ബൗണ്ട് ടു എൻക്വയർ ഇൻ ടു ദി റെഗുലാരിറ്റി ഓഫ് ഇന്റേണൽ പ്രൊസീജിയേഴ്സ് ഓഫ് ദി ലോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾസും അതേപോലെ മെമ്മോറാണ്ടവും വെച്ച് കമ്പനിക്ക് അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ കമ്പനിക്ക് അകത്ത് നടക്കുന്ന ഇന്റേണൽ മാറ്റേഴ്സ് മൊത്തമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്ന ഡോക്ട്രീനാണ് ഡോക്ട്രീൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. സോ ഇറ്റ് സേസ് ദാറ്റ് person who deals with the company are not bound to inquire into the regularity of internal procedure of the company. They assume that everything is done in accordance with the procedure laid out in company's articles of the company. I mean in the articles of the company. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് മൊത്തമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഇൻഡിവിജ്വൽ വിശ്വസിക്കുന്നത്. സോ ഇൻഡോർ മാനേജ്മെന്റിൽ അതിലൊന്നും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ that will be the fault of the company, not on the ഇൻഡിവിജ്വൽ. ഓക്കെ, ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമായിരിക്കില്ല, കമ്പനിയുടെ പ്രശ്നമായിരിക്കും. ബിക്കോസ് ഓൾറെഡി ഇൻഡിവിജ്വലിന് കമ്പനിയുടെ മാറ്റേഴ്സ് ആർട്ടിക്കിൾസ് പ്രകാരമുള്ളതാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ വന്നിട്ടുള്ളത്. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദി ഇൻഡിവിജ്വൽ. സോ ദാറ്റ് ഇൻഡിവിജ്വൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ആണ് ഡോക്ട്രീൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇൻഡോർ മാനേജ്മെന്റ് ഈസ് നോട്ട് നോൺ ടു ദി ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, അതാണ് കൺസെപ്റ്റ് വരുന്നത്.
ക്ലിയർ ആണോ? നമ്മളിവിടെ കമ്പനീസ് ആക്ട് പ്രകാരം 3 ഇമ്പോർട്ടൻറ്റ് ഡോക്ട്രീൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 3 ഒന്നാമത്തത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, 2 കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, മൂന്നാമതായിട്ട് അൾട്രാ വൈറസ്. ഈ 3 കാര്യവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് 8. താങ്ക് യു വെരി മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം കേട്ടോ.